പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വിഷുഫലത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ വിഷു എന്ന് പറയുന്നത് മേടമാസം, അതായത് രാശിയിലെ ആദ്യത്തെ മാസമാണ് മേടം. അപ്പോൾ മേടമാസത്തിലേക്ക് സൂര്യൻ്റെ സംക്രമം വരുന്ന ദിവസത്തിനെയാണ് നമ്മൾ വിഷു എന്ന് പറയുന്നത്. കാർഷികമായിട്ടുള്ള കാര്യങ്ങളിലും പിന്നെ പ്രകൃതിയിലേക്ക് വരുന്ന ദോഷങ്ങൾ, അതൊക്കെയാണ് വിഷുഫലങ്ങളിൽ കൂടുതൽ പറയാം. അതുപോലെ തന്നെയാണ് ഓരോ രാശിയിലുണ്ടാകുന്ന നക്ഷത്രക്കാർക്കും മാറ്റങ്ങളൊക്കെ വരുന്നതാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് സൂര്യൻ മേടത്തിലേക്ക് വരികയും അപ്പോൾ മേടത്തിൽ സൂര്യന് ഏറ്റവും ഉച്ചമായിട്ടുള്ള സമയമാണ്. അപ്പോൾ ഏറ്റവും ഉച്ചമായ രാശിയിലാണ് അശ്വതി നക്ഷത്രം നിൽക്കുന്നത്. അപ്പോൾ അതിൽ സൂര്യൻ ഏറ്റവും നല്ലതാണ്. പിന്നെ വ്യാഴം കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വ്യാഴവും സൂര്യനും കൂടി നിൽക്കുമ്പോൾ അവർക്ക് ഏറ്റവും നല്ലൊരു ശുഭമായിട്ടുള്ള ഫലങ്ങളാണ് തരുന്നത്. ശനീശ്വരനാണെങ്കിൽ 11-ലുണ്ട്. അപ്പോൾ ഏപ്രിൽ 24 വരയ്ക്ക് ശനിയോട് കൂടി ചൊവ്വ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം അഗ്നിമാരുത യോഗ നടക്കുകയും അവിടെ ശുക്രൻ നിൽക്കുകയും ചെയ്യാണ്. അപ്പം ലാഭസ്ഥാനത്താണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ആ ഏപ്രിൽ 24 വരയ്ക്ക് അശ്വതി നക്ഷത്രക്കാർ വളരെ സൂക്ഷിക്കുക. അതോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇത്തിരി നല്ല മാറ്റങ്ങളാണ് വരിക. അപ്പോൾ അതുവരയ്ക്കുള്ള ആ സമയം നമ്മൾ എന്തെങ്കിലും പുതിയ ബിസിനസ്സോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കൊടുക്കൽ വാങ്ങൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ടൈം പീരീഡ് ഏപ്രിൽ 24 വരയ്ക്ക് നമ്മൾ സൂക്ഷിച്ച് നിൽക്കേണ്ടതാണ്. പിന്നെ അതേപോലെ ഇപ്പോൾ വ്യാഴം കൂടെ ഉണ്ടല്ലോ. ഇപ്പോൾ വ്യാഴം നമുക്ക് നല്ല അനുഗ്രഹ സ്ഥാനത്താണ്. മെയ് 1 ശേഷം വ്യാഴം മാറുമ്പോൾ അത് 2-ലേക്ക് മാറും. അപ്പോഴും നല്ലതാണ്. അപ്പോൾ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു ടൈം പീരീഡ് മാത്രമാണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. പിന്നെ ഈ ഒരു വർഷക്കാലം നമുക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. കുട്ടികൾക്കാണെങ്കിൽ വിദേശത്തേക്ക് പോകാനും അവിടെ പഠിക്കേണ്ട കാര്യങ്ങളും ഓരോ തടസ്സങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ ഏപ്രിൽ 25 ശേഷം, അതായത് 24 ശേഷം നല്ലൊരു അനുഭവങ്ങൾ നമുക്ക് വരും. ബിസിനസ്സുകാരാണെങ്കിലും ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും ഒക്കെ അവർക്ക് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് തുടങ്ങാനായിട്ട്, പുതിയ സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും വാങ്ങുന്നതിനൊക്കെ ഏറ്റവും നല്ലൊരു സമയമായിട്ടാണ് ഈ മേടമാസത്തിൽ ഈ വിഷുഫലം നിങ്ങൾക്ക് പറയുന്നത്, അശ്വതി നക്ഷത്രക്കാർക്ക് പറയുന്നത്. അതേപോലെ തന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് ലാഭസ്ഥാനം, ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ കേസ്, കോടതി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏപ്രിലിൽ വരുന്ന സമയത്ത് നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കോടതി കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യമാണ് ഏപ്രിലിനുള്ളിൽ, അതായത് 24 വരികയാണെങ്കിൽ നിങ്ങൾ വളരെയധികം കെയർ ചെയ്തിട്ട് വേണം അത് കൊണ്ടുപോകാനായിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ രീതിയിലേക്ക് ഒരു മാറ്റം അവിടെ സംഭവിക്കാനായിട്ട് വഴിയുണ്ട്. പിന്നെ 12-ാം ഭാവത്തിലാണ് നമുക്ക് രാഹു നിൽക്കുന്നത്. ആ രാഹുവിലേക്ക് ചൊവ്വ മാറും. അപ്പോൾ ഭൂമിയിൽ വരുന്ന ഇപ്പോൾ ഭൂമി ഇടപാടുകൾ, കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഇത് കഴിഞ്ഞാലും, അതായത് മെയ് മാസം 1 ശേഷം ഇത്തിരി കൂടി നല്ലൊരു സമയമാണ്. അപ്പോൾ ഭൂമി കച്ചവടക്കാർ ഇത്തിരി നന്നായിട്ട് സൂക്ഷിക്കണം ഈ അശ്വതി നക്ഷത്രം വരുന്നത്. പിന്നെ അതേപോലെ വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾക്ക് വളരെ നല്ലതാണ്. ഏറ്റവും പെട്ടെന്ന് അവിടെ പോകാനും അവിടെ ജോലി സാധ്യതകൾ കണ്ടെത്താനും പറ്റുന്നൊരു സമയം തന്നെയാണ്. പിന്നെ പ്രായം ചെന്നവരെ സംബന്ധിച്ച് അവർക്ക് രോഗാവസ്ഥകൾ ധാരാളം ഉണ്ടാകുന്നൊരു സമയമാണ്. കാലുകൾക്കാണ് ഏറ്റവും കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 11-ാം ഭാവത്തിൽ അഗ്നിമാരുത യോഗം നടക്കുകയാണ്. അല്ലെങ്കിലും ആ ശനീശ്വരൻ 11-ൽ നിൽക്കുമ്പോൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാലുമേൽ വരിക, ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരിക. അത് പ്രായമായവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കായാലും അത് കൂടുതലായിട്ട് വരുന്നുണ്ട്. കുട്ടികളിലൊക്കെ ആകുമ്പോൾ അവർ വണ്ടിമേക്ക് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി ശ്രദ്ധിച്ച് ഈ ടൈം പീരീഡ് ഏപ്രിൽ 24 വരയ്ക്ക് നമുക്ക് വളരെയധികം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ അശ്വതി നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു വർഷം ഈ വിഷുഫലം നമുക്ക് നല്ലതായിട്ട് കാണുന്നുണ്ട്. ഭരണി നക്ഷത്രം, ഇപ്പോൾ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ആ നക്ഷത്രത്തിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ മാത്രമല്ല അവർക്ക് വരുന്നത് ഈ മേടമാസം സൂര്യൻ്റെ സംക്രമം ഏറ്റവും നല്ലതാണ്. അപ്പോൾ പിന്നെ ഈ മേടത്തിലാണ് സൂര്യൻ ശിരസിൻ്റെ ഭാവത്തിലാണ് വന്ന് നിൽക്കുന്നത്. ശിരസിൻ്റെ ഭാവത്തിൽ നിൽക്കുമ്പോൾ പുതിയ പുതിയ സംരംഭങ്ങൾ എന്തൊക്കെ തുടങ്ങണം എന്നുള്ള കാര്യങ്ങളിലേക്ക് ഈ ഭരണി നക്ഷത്രക്കാർ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ 2-ാം ഭാവത്തിലേക്ക് അവർക്ക് വ്യാഴത്തിൻ്റെ വരവുണ്ട്. ആ വ്യാഴം മെയ് 1 ശേഷം വ്യാഴം 2-ലേക്ക് വരും. അപ്പോൾ അവർക്ക് ബിസിനസ് എന്തൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിലും മെയ് 1 ശേഷം അവർ സ്റ്റാർട്ട് ചെയ്താൽ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്.
ഭരണി നക്ഷത്രക്കാരുടെ 11ാം ഭാവത്തിലാണ് ശനിയും ചൊവ്വയും കൂടിയിട്ട് അഗ്നിമാരുത യോഗം നടക്കുന്നത്. അപ്പോൾ 2ലെ ശുക്രനും ഈ ശുക്രൻ 11ലും കൂടി നിൽക്കുന്നത് കൊണ്ട് ലാഭസ്ഥാനാണത്. ആ ലാഭസ്ഥാനത്തേക്ക് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച്, നിങ്ങളുടെ 2ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നത് നിധി, കോശ, ധനം ഭാവമാണ്. അപ്പോൾ ആ നിധിയൊക്കെ എവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമ്മൾ ബാങ്കിങ് മേഖലയിൽ നിന്നൊക്കെ ലോണോ ബാധ്യതകളോ ഒക്കെ എടുക്കും. അതൊക്കെ വളരെ കെയർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അഗ്നിമാരുത യോഗം നടക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് പുതിയ പുതിയ ഓഫറുകൾ വരും. നമ്മൾ വേഗം പോയി ധനഭാവത്തിൽ ധാരാളം എടുക്കും. അപ്പോൾ അത് ബാധ്യതയിലേക്ക് വരാതെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഭരണിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ഭരണി നക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിക്കണം. എന്നുവെച്ചാൽ പുതിയ നല്ല ഓഫറുകൾ വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ വാക്കുകൾ കൊണ്ട് 1-2 പേരോട് ഒന്നും കൂടി ശ്രദ്ധയോടുകൂടി ചോദിച്ചറിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ച് ചെയ്യേണ്ടത്. ഭൂമി കച്ചവടമോ അല്ലെങ്കിൽ ഊഹക്കച്ചവടങ്ങൾ, വേറെ ഏതെങ്കിലും ഷെയർ മാർക്കറ്റിങ് അങ്ങനെയുള്ളവരാണെങ്കിലും ഈ ഏപ്രിൽ 24-ാം തീയതി വരയ്ക്ക് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ പുതിയ പുതിയ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. വിൽക്കുമ്പോൾ നമുക്ക് ലാഭം കിട്ടുമ്പോൾ നമ്മൾ വിൽക്കാം. പക്ഷേ ഈ ഒരു ടൈം പീരീഡിൽ വാങ്ങുന്നത് വളരെ ശ്രദ്ധിച്ചു കൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ അതിൽ തന്നെ കുട്ടികളായാലും സ്ത്രീകൾക്കാണെങ്കിലും അവരിലൂടെയാണെങ്കിലും സ്ത്രീകൾക്ക് പുതിയ നല്ല ആഭരണങ്ങളോടൊക്കെ ഭയങ്കര നല്ല ക്രേസൊക്കെ കിട്ടുന്നതും അവർക്ക് ആഭരണങ്ങൾ കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ശുക്രൻ ഉണ്ടല്ലോ, 2ാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത്. വ്യാഴം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വർണത്തിൻ്റെയും കൂടി ഒരു കാരകത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്കും കൂടിയാണ്. അപ്പോൾ ആ സ്ത്രീകൾക്കാണ് കൂടുതലായിട്ടൊരു ഗുണം നമുക്കവിടെ ഭരണി നക്ഷത്രത്തിൽ കിട്ടുന്നത്. അപ്പോൾ അവർ പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ പുതിയൊരു സംരംഭം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഡെവലപ്മെൻറ്റ് വരാനും അതിലൂടെ നമുക്ക് പുതിയ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആഭരണങ്ങളോ വാഹനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു സമയം ആണ്. അപ്പോൾ ഈ ഒരു വർഷം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് ഇപ്പോൾ നമ്മൾ പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വർഷത്തെ വിഷുഫലം നിങ്ങൾക്ക് ഏറ്റവും ശോഭനമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഭരണി നക്ഷത്രക്കാർക്ക്. കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗമാണ് മേടക്കൂറും, പിന്നെ 1/4 ഭാഗം നമുക്ക് ഇടവത്തിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഇടവക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് 12ലാണ് വ്യാഴം നിന്നിരുന്നത്. ഇത്രയും നാൾ ഒരു വർഷക്കാലമായിട്ട് വ്യാഴം നിന്നിരുന്നത് 12ലാണ്. അപ്പോൾ ഈ വിഷുഫലം അനുസരിച്ച് നമുക്ക് വിഷു 14-ാം തീയതി 13-ാം തീയതി രാത്രിയാണ് മേടസംക്രമമൊക്കെ നടക്കുന്നത്. മേടത്തിലേക്ക് സൂര്യൻ്റെ സംക്രമം നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 14-ാം തീയതി മുതൽ 24-ാം തീയതി വരയ്ക്ക് അവർക്കൊരു ഇത്തിരി ദോഷമുള്ള സമയവും അതിന് ശേഷം ഇടവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ വരവ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു നല്ലൊരു സമയമായിട്ടാണ് ഈ ഇടവൻ രാശിയിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച്. അപ്പം മേടൻ രാശിയിൽ നിൽക്കുന്ന കാൽഭാഗക്കാർക്കും നല്ലൊരു സമയമാണ്. അവർക്കും 2ലേക്കാണ്. അപ്പോൾ അവർക്ക് ഇത്തിരി കൂടി നല്ലൊരു സമയമാണ്. എന്ന് വെച്ചാൽ 2ാം ഭാവത്തിലാണല്ലോ, നിധിയുള്ള ഭാവമാണ്. വാക്കുകളെ സൂക്ഷിക്കുക. വാക്കുകളൊക്കെ വളരെ നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മേടൻ രാശിക്കാരിലുള്ള കാർത്തിക നക്ഷത്രക്കാർ വാക്കുകൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും. എത്രമാത്രം നമുക്ക് ബ്ലോക്കായി കിടക്കുന്ന സംഭവങ്ങൾ പോലും ഈ ഒരു വർഷം നമ്മുടെ വാക്കുകളിൽ കൂടെ തന്നെ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ ഇടവത്തിൽ നിൽക്കുന്നവർക്കാണെങ്കിലും ലഗ്നത്തിൽ തന്നെ വ്യാഴം വരികയും അതിലൂടെ നമുക്ക് കർമ്മസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. അപ്പോൾ കണ്ടകശനിയാണ് എങ്കിലും അവിടെ ഇപ്പോൾ അഗ്നിമാരുത യോഗം നടന്നാലും പിന്നെ നിങ്ങൾക്ക് ആ വ്യാഴം നല്ലൊരു ഫലത്തെ തരുമല്ലോ. ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം, അത് ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിലും 2 ഗുരുക്കന്മാരുടെ ക്ഷേത്രമാണത്. അതായത് ശുക്രനായിട്ടുള്ളത് അസുരഗുരുവും വ്യാഴത്തിനാണെന്ന് ദേവഗുരുവും കൂടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ഇടവത്തിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാർ എന്തൊരു കാര്യവും ദൈവാനുഗ്രഹത്തോടു കൂടി ചെയ്യുക. ഏത് ദൈവത്തിനെയാണോ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് അതിന് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരേ വാക്ക് സംസാരിക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുക. അപ്പോൾ തന്നെ മാറ്റങ്ങൾ അവിടെ വരും.
പിന്നെ അതേപോലെ ഭൂമിയുടെ കച്ചവടമാണെങ്കിലും ബിസിനസ്സുകാർക്കാണെങ്കിലും കർമ്മത്തിൽ ശനീശ്വരൻ നിൽക്കുന്നത് കൊണ്ട് ശനിയെ എപ്പോഴും പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ശിവൻ്റെ അമ്പലത്തിൽ പോവുക, അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പോവുക, അവിടെ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകൾ നമുക്ക് ചെയ്യാം. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കണ്ടകശനി ആയിരിക്കുന്ന കാലഘട്ടത്തിലുള്ള ദോഷങ്ങളൊക്കെ മാറി കർമ്മത്തിൽ വളരെ ശ്രദ്ധിക്കുക. കർമ്മമാണ് മുഖ്യം. നമ്മൾ എന്ത് കർമ്മമാണോ ചെയ്യുന്നത്, ഏതൊരു കർമ്മമായിക്കോട്ടെ, അപ്പോൾ അതിലേക്ക് എന്നും രാവിലെ എണീക്കാനും പോവാനും നമുക്ക് പറ്റണം. പക്ഷെ ഇതിൽ അലസത ധാരാളം വരും. ഈ ഇടവത്തിലിരിക്കുന്ന കാർത്തികക്കാർക്ക് അലസത ധാരാളം വരുന്നൊരു സമയമാണ്. അപ്പം ആ അലസതയൊക്കെ മാറ്റി നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. അതിൽ കുട്ടികൾക്കാണെങ്കിലും, കുട്ടികൾക്കിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, അതിൽ നമ്മൾ ഫെയിൽഡായി എന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചിരിക്കരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് നല്ലൊരു സമയമാണ് വരുന്നത്. അപ്പോൾ അവർ എപ്പോഴും ഇൻ്റർവ്യൂവിനൊക്കെ പോകാനും പുറത്തേക്ക് പോകാനൊക്കെ സാധിക്കുന്നൊരു കാലഘട്ടം തന്നെയാണ്. പക്ഷെ നമ്മുടെ അലസത നമുക്ക് പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. അതൊക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ മുന്നിലേക്ക് തന്നെ പോവുക. പരീക്ഷ കാര്യങ്ങൾക്കാണെങ്കിലും പിന്നെ ഇൻ്റർവ്യൂ കേസുകൾക്കാണെങ്കിലും പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഇത് മതി എന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. അപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും പ്രത്യേകിച്ച് രോഗാവസ്ഥകൾ വരുത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഈ ശനീശ്വരൻ നമുക്കെപ്പോഴും കാലും ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ അതൊക്കെ കൂട്ടുന്നൊരു സമയമാണ്. അപ്പോൾ ഈ അഗ്നിമാരുത യോഗം നടക്കുന്നത് 10 ദിവസമേ ഉള്ളൂ എങ്കിലും ആ 10 ദിവസം പോലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ രോഗമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ ശനിയെ എപ്പോഴും ഭജിക്കുക, ധന്വന്തരി ക്ഷേത്രത്തിൽ പോവുക, അവിടെ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ രോഗാവസ്ഥകൾക്ക് ഒരു കുറവ് നമുക്കിവിടെ കിട്ടും. പിന്നെ വാക്കുകളിലൂടെ നമ്മുടെ കർമ്മം നന്നായിട്ട് എടുക്കുക. കർമ്മം എന്ന് രാവിലെ എണീക്കുക, ഇന്നത് പോകണം, ഇന്നത് ചെയ്യണം എന്ന് എഴുതി വെച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ അലസത ധാരാളം വരുന്നൊരു സമയമാണ് കാർത്തികക്കാർക്ക്. അതുകൊണ്ട് പറ്റത്തക്ക വഴിപാടുകൾ ശിവൻ്റെ അമ്പലത്തിൽ പോയി പിന്നിൽ മുന്നിൽ വിളക്ക് ധാര അതൊക്കെ കൊടുക്കുക. ദേവീക്ഷേത്രത്തിൽ പോവുക, ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലം കിട്ടുന്നതാണ്. രോഹിണി, ഇടവൻ രാശിയിലുള്ള രോഹിണി നക്ഷത്രക്കാർ. ഈ രോഹിണി നക്ഷത്രത്തിൽ ഈ ഒരു വർഷം ഈ വിഷുഫലം അനുസരിച്ച് രോഹിണി നക്ഷത്രക്കാർ ഇടവൻ രാശിക്കൂറിലുള്ളതാണ്. അവിടേക്ക് തന്നെ ഈ വ്യാഴത്തിൻ്റെ ഒരു വരവ് ഉണ്ട്. വ്യാഴം മെയ് 1-ാം തീയതിക്ക് ശേഷം വ്യാഴം വരുന്നുണ്ട്. ഇപ്പോൾ എന്തിനേക്കും മുൻപ് വിഷുഫലത്തിലാണെങ്കിൽ ഒരു 12-ാം ഭാവത്തിലാണ് സൂര്യനും വ്യാഴവും കൂടി നിൽക്കുന്നത്. അപ്പോൾ ഈ 12-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് അത്ര നല്ലൊരു ഫലമല്ല. നമുക്ക് 12-ൽ മേടത്തിലാണ്. ടെൻഷൻ ധാരാളമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു മാസം, അതായത് മേടമാസം മുഴുവൻ തന്നെ നമുക്കൊരു ദോഷത്തെ ചെയ്യുന്ന ഒരു സമയമാണ് ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച്. അപ്പോൾ അവർ എപ്പോഴും ടെൻഷൻ, അതായത് ശിവൻ്റെ അമ്പലത്തിൽ പോകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവന് ധാര കൊടുക്കുക. കരിക്ക് കൊണ്ടൊക്കെ ധാര കൊടുത്തു കഴിഞ്ഞാൽ വളരെ മാറ്റം നമുക്കുണ്ടാവും. ഇപ്പോൾ വിഷുവാണ് ഏറ്റവും കൂടുതൽ, മേടമാസമാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള സമയമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടും നമുക്ക് ഭയങ്കര ബ്ലോക്ക് ഉണ്ടാവും. എന്നുവെച്ചാൽ വ്യാഴവും സൂര്യനും കൂടിയിട്ടാണ്. പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന്, അതുപോലെ ബാങ്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് എന്തെങ്കിലും ഇടപാടുകളുണ്ടെങ്കിൽ ആ ഒരു സെക്ടറിൽ നിന്ന് നമുക്ക് ദോഷങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെ ധാരാളം ഭാവങ്ങളിൽ നിന്ന് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഇവിടെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു മാസം, മേടമാസം മുഴുവനും, മെയ് 1-ാം തീയതിക്ക് ശേഷം ഇത്തിരി കൂടി നല്ല സമയമാണ്. പക്ഷെ മേടമാസം മുഴുവനും ഈ രോഹിണി നക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ്. മേടം കഴിഞ്ഞാൽ ഇത്തിരി നല്ലൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു മാസം, വിഷു എന്നുള്ള വിഷുഫലത്തിൽ ആദ്യത്തെ മാസം തന്നെ ഇത്തിരി ദോഷങ്ങളൊക്കെ ഉണ്ട്. അതറിഞ്ഞുകൊണ്ട് മുന്നോട്ട് തന്നെ പോകണം. കുട്ടികൾക്കാണെങ്കിലും അവരിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ചെയ്തു, നമ്മൾ ഓക്കെ ആയി, എന്നിട്ട് അതിൽ ഡിലേ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഈ ഒരു മാസം കഴിഞ്ഞാൽ നമുക്കതിൽ നല്ലത് വരും. എങ്ങനെ പിടിച്ചു നിന്നാലും നമുക്ക് ഡിലേ വന്നാലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ അത് വളരെ കൂടുതൽ, അത് ദോഷങ്ങൾ കൂടുതലാണ് ഇവിടെ വരിക. 12-ലാണ് വ്യാഴം. ഇത്ര ഒരു വർഷക്കാലമായിട്ട് നമുക്ക് 12-ൽ തന്നെയാണ് വ്യാഴം. അപ്പോൾ ആ വ്യാഴം ഇപ്പോൾ ഇങ്ങോട്ട് കടക്കാനുള്ളൊരു സമയമാണ് ഇടവത്തിലേക്ക്. അവിടെ സൂര്യനും കൂടി നിൽക്കുകയാണ്. അപ്പോൾ ബാങ്ക് മേഖലയിൽ നിന്നോ കോടതി അങ്ങനെയുള്ള കേസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു മാസം തന്നെയാണ് രോഹിണി നക്ഷത്രക്കാർക്ക്.
പിന്നീട് അങ്ങോട്ട് ഈ ഒരു വർഷം നമുക്ക് നല്ലതാണ്. ഈ ഒരു മാസം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഒരു നല്ല സമയമാണ്. വ്യാഴം ലഗ്നത്തിലുണ്ട്. ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങളുടെ കർമ്മ മേഖലയിലാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മത്തിലാണ് ശനീശ്വരൻ നിൽക്കുന്നത്. കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. ശനി എപ്പോഴും ന്യായാധിപനാണ്. അപ്പോൾ എപ്പോഴും കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ കർമ്മത്തിൽ പല തടസ്സങ്ങളും വരും. ആ തടസ്സങ്ങളെ മാറ്റാനായിട്ട് ശിവൻ്റെ അമ്പലത്തിൽ പോവുക, പിന്നിലും മുന്നിലും വിളക്ക് കൊടുക്കുക, ധാര കൊടുക്കുക. അതൊക്കെ എടുത്താൽ തന്നെ നമുക്ക് ആ ബ്ലോക്കൊക്കെ മാറി സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് രോഹിണി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വർഷം മേടമാസം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഒരു നല്ല സമയമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി മകേരി നക്ഷത്രം. മകേരി നക്ഷത്രം ഇടവത്തിലെ അരഭാഗവും മിഥുനത്തിലെ അരഭാഗവുമാണ് വരുന്നത്. അപ്പോൾ ഈ 2 രാശിയിലും പെടുന്നവർക്ക് കുറിച്ചാണ് ഈ വിഷുഫലം നമ്മൾ പറയുന്നത്. അപ്പോൾ ഇടവത്തിൽ നിൽക്കുന്ന മകേരി നക്ഷത്രക്കാരെ സംബന്ധിച്ച് സൂര്യൻ 12ലാണ് നിൽക്കുന്നത്. അപ്പോൾ സൂര്യൻ്റെ മാറ്റമാണല്ലോ വിഷു എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യൻ 12ൽ നിൽക്കുമ്പോൾ അവിടെ വ്യാഴവും ഉണ്ട്. അപ്പോൾ ഈ ഒരു വർഷക്കാലം മുഴുവൻ അവർക്ക് വ്യാഴം 12ലായിരുന്നു. അപ്പം അത് നമുക്ക് സാമ്പത്തികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ രാഹു 11ൽ വന്നപ്പോൾ ഇത്തിരി മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു മാസം വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു മാസം തന്നെയാണ്. അപ്പോൾ സൂര്യനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേടൻ രാശിയിൽ ഉച്ചസ്ഥനാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്നതോ ബാങ്ക് മേഖലയിൽ നിന്ന് വരുന്ന ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇത്തിരി ടെൻഷൻ കൂടുതൽ തരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇടവൻ രാശിയിൽ നിൽക്കുന്ന മകേരി നക്ഷത്രക്കാർക്ക് ഇത്തിരി കൂടുതൽ ദോഷങ്ങളുണ്ടെങ്കിലും മെയ് 1 ശേഷം അവർക്ക് ഇത്തിരി കൂടി നല്ലൊരു സമയമാണ് വരുന്നത്. മെയ് 1 നമുക്ക് വ്യാഴത്തിൻ്റെ ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ആ മെയ് 1 ശേഷം അവർ ഇത്തിരി കൂടി നല്ലതാണ്. പിന്നെ കർമ്മത്തിലാണെന്നുണ്ടെങ്കിൽ ശനിയാണ്. അവിടെ അഗ്നിമാരുത യോഗം നടക്കുകയാണ്. അപ്പോൾ അഗ്നിമാരുത യോഗം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കർമ്മം ചെയ്താലും അതിങ്ങനെ നാശമായി പോവുക. തീയാണ്, അഗ്നിയും മാരുതനും ഇങ്ങനെ തീ വരിക എന്നാണ് പറയുക. അപ്പോൾ ഒരു കാറ്റും കൂടി അടിക്കുമ്പോഴോ അപ്പോൾ ആളിക്കത്തല്ലേ ചെയ്യുക. അതാണ് അഗ്നിമാരുത യോഗം. അപ്പോൾ അവിടെ ശുക്രനും കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇടവൻ രാശിക്കാർക്ക് ഇത്തിരി കൂടുതൽ ദോഷങ്ങൾ കർമ്മത്തിൽ വരും. അപ്പം നിങ്ങൾ കർമ്മത്തെ എപ്പോഴും ശ്രദ്ധിക്കുക. കർമ്മമാണ് നമ്മുടെ മുഖ്യം. എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ വന്നാലും ഞാൻ പിറ്റേ ദിവസം എണീക്കും, ഞാൻ ആ കർമ്മത്തിലെത്തും, അത് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെ സോൾവ് ആക്കും എന്നുള്ള മനസ്സിനെ നല്ല ശക്തിപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകുക തന്നെ വേണം. എന്നാലാണ് ആ ഇടവൻ രാശിയിലുള്ള മകേരി നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം, ഈ മേടമാസം മുഴുവൻ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. അപ്പോൾ മിഥുനൻ രാശിയിൽ നിൽക്കുന്ന മകേരിത്തിൻ്റെ അരഭാഗം മിഥുനത്തിലാണ്. അപ്പോൾ മിഥുനൻ രാശിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നല്ലൊരു സമയമാണ്. ആ സൂര്യനും വ്യാഴവും കൂടി മേടത്തിൽ വന്നു നിൽക്കണം. ഏറ്റവും നല്ലൊരു സമയമാണ്. അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെയ് 1 വരയ്ക്ക് ഏറ്റവും നല്ല ശോഭന ഫലങ്ങളാണ് കിട്ടുക. അപ്പോൾ മകേരി നക്ഷത്രക്കാരേക്ക് 2 രാശിയിൽ നിൽക്കുമ്പോൾ അത് സൂക്ഷിച്ച് നമ്മൾ ശ്രദ്ധിച്ച് വേണം നോക്കാനായിട്ട്. അപ്പം അവരെ സംബന്ധിച്ച് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് ഒരു ദോഷവും ഇതിൽ ഇല്ല. അവർക്ക് 9ാം ഭാവത്തിലാണ് ശനീശ്വരൻ നിൽക്കുന്നത്. 9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂർവികമായിട്ടുള്ള ഒരു ഭാവമാണ്, നല്ലതാണ്. എപ്പോഴും ഈശ്വര ഭക്തിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലൊരു സമയം തന്നെയാണ്. അപ്പോൾ പൂർവികമായ ബന്ധത്തിൽ കിടന്ന വല്ല ഭൂമികളിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തർക്ക വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇവർക്കൊരു അനുകൂലാവസ്ഥ നമുക്ക് ലഭിക്കാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ മിഥുനൻ രാശിയിലുള്ള മകേരി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ എങ്ങനെയോ ഒരു ഭാഗ്യം എന്ന് പറയും. 9ാം ഭാവം ഭാഗ്യത്തിൻ്റെ ഭാവം കൂടിയാണ്. അപ്പോൾ പെട്ടെന്നായിരിക്കും ഒരു ഇൻ്റർവ്യൂ ഒക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഓക്കെ ആവും. അപ്പോൾ ഒരു ഭാഗ്യമല്ലേ അത്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാനൊക്കെ ആയിട്ടൊരു സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് ഈ മകേരി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം നല്ലൊരു സമയമാണ്. വലിയ ദോഷങ്ങളൊന്നുമില്ലാതെ മിഥുനൻ രാശിയിൽ നിൽക്കുന്ന മകേരി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. ശിവൻ്റെ അമ്പലത്തിൽ പോവാം, പിന്നിലും മുന്നിൽ വിളക്ക് ധാരയൊക്കെ കൊടുക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9ാം ഭാവത്തിൽ ശനീശ്വരനാണ് നിൽക്കുന്നത്. ഭാഗ്യം എപ്പോൾ വേണമെങ്കിൽ നമുക്ക് വരണം, അതാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവാം. മെയ് 1 ശേഷം വ്യാഴം 12ൽ വരുമെങ്കിലും വ്യാഴത്തിനെ നന്നായിട്ട് പ്രീതിപ്പെടുത്തുക. വ്യാഴത്തിന് പറ്റുന്ന, അതായത് വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണൻ്റെ അമ്പലത്തിലോ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്ത് മാസത്തിലൊരിക്കൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല ഫലം മകേരി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം കിട്ടുന്നതാണ്. തിരുവാതിര നക്ഷത്രം.
തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷുഫലത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഥുന രാശിക്കൂറിൽ പെടുന്ന ഒരു നക്ഷത്രമാണ് തിരുവാതിര. ആ തിരുവാതിര നക്ഷത്രക്കാർക്ക് മേടമാസത്തിലേക്ക് സൂര്യൻ വരുന്നത് ഏറ്റവും നല്ല സമയമാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് മേടത്തിൽ 11ാം ഭാവമാണ്. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തേക്കാണ് സൂര്യൻ വന്നിരിക്കുന്നത്. അവിടെ തന്നെ വ്യാഴവും ഉണ്ട്. അപ്പോൾ സൂര്യനും വ്യാഴവും കൂടി നിൽക്കുമ്പോൾ നമുക്ക് നല്ല എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു വിൽപ്പനയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യ തടസ്സങ്ങളോ നിൽക്കുകയാണെന്ന് വെച്ചാൽ അതൊക്കെ മാറി നല്ലൊരു ഭാവത്തിലേക്കാണ് ഈ ഒരു വർഷം തന്നെ വരുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ ഈ ഒരു മാസം പ്രത്യേകിച്ച് മേടമാസം മുഴുവൻ ഇവർക്ക് ഏറ്റവും നല്ലതാണ്. വ്യാഴവും സൂര്യനും കൂടി നിൽക്കുന്ന എന്തെങ്കിലും പുതിയ സംരംഭം തുടങ്ങാനോ അതിനൊക്കെ പറ്റുന്നൊരു ഇതാണ്. കുട്ടികൾക്കാണെങ്കിലും അവർ വിദേശത്തേക്കോ അല്ലെങ്കിൽ വേണ്ട പുതിയൊരു ഇൻ്റർവ്യൂ, പുതിയ കായികമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എല്ലാത്തിനും ഒരു നല്ലൊരു സമയമാണ് ഈ മേടമാസം വരുന്നത്. അപ്പോൾ വിഷുവിനെ സംബന്ധിച്ചൊരു വർഷക്കാലം മുഴുവനും അവർക്ക് ഇത്തിരി കൂടി നല്ലൊരു സമയമാണ് ഈ തിരുവാതിര നക്ഷത്രം. 9ാം ഭാവത്തിലാണ് അവർക്ക് ശനി വന്ന് നിൽക്കുന്നത്. ശനി 9ൽ നിൽക്കുമ്പോൾ നമുക്ക് ഭാഗ്യഭാവമാണ്. ഭാഗ്യം പുണ്യങ്ങളൊക്കെ കിട്ടും. പെട്ടെന്നായിരുന്നു അതുണ്ടായത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, പെട്ടെന്ന് എനിക്കത് കിട്ടി. ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് കുറേ നാളായി, ഈ സമയത്തായിരിക്കും നമുക്കത് കിട്ടുക. അങ്ങനെ പുതിയ നല്ല ജോലി കിട്ടാനും പുതിയ സംരംഭങ്ങളിലേക്ക് പോകാനും കുട്ടികൾക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ഏറ്റവും നല്ല സമയമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വർഷം. ശിവൻ്റെ അമ്പലത്തിൽ പോവുക, പിന്നിലും മുന്നിലും വിളക്ക് ധാര കൊടുക്കുക. ദേവീക്ഷേത്രത്തിൽ പോയി പറ്റത്തക്ക വഴിപാടെന്ന് പറഞ്ഞാൽ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന ഏറ്റവും നല്ലതാണ്. ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യങ്ങൾ യഥാവിധി നമുക്ക് വന്ന് എത്തുന്നതാണ്. ചുവന്ന പൂക്കൾ കൊണ്ട് ദേവിക്ക് അർച്ചന കൊടുക്കുക. അതൊരു 7 ദിവസമൊക്കെ അടുപ്പിച്ച് അർച്ചന കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ പുതിയ നല്ല സംരംഭങ്ങളും കാര്യങ്ങളിലേക്കായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു വർഷം നല്ലതാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക്. പുണർദ നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗവും മിഥുനത്തിലും 1/4 ഭാഗം കർക്കിടകത്തിലാണ് നിൽക്കുന്ന നക്ഷത്രമാണ് പുണർദം. അപ്പോൾ ഈ പുണർദ നക്ഷത്രത്തിന് 1/4 ഭാഗം മിഥുനക്കൂറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മിഥുനക്കൂറിൽ നിൽക്കുന്നവർക്ക് ഈ മേടസംക്രമം ഏറ്റവും നല്ലൊരു സമയമാണ്. അവർക്ക് 11ാം ഭാവത്തിൽ തന്നെയാണ് സൂര്യനും വ്യാഴവും വന്ന് നിൽക്കുന്നത്. അപ്പോൾ കിട്ടേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോൺ അപേക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഭൂമി സംബന്ധമായിട്ടുള്ളത് ബാലൻസ് പൈസ കിട്ടാനുള്ളതോ അങ്ങനെ അല്ലെങ്കിൽ കച്ചവടങ്ങളോ പെട്ടെന്ന് നടക്കാനുള്ള ഒരു നല്ല സമയമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുണർദ നക്ഷത്രത്തിലെ മിഥുനക്കൂറുകാർക്ക് ഏറ്റവും ഒരു നല്ല സമയമാണ്. അതിൽ കുട്ടികളാണെങ്കിലും എക്സാമൊക്കെ എഴുതാൻ പോവുകയാണെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയാണെങ്കിലും ഒക്കെ ഏറ്റവും നല്ലൊരു സമയമാണ്. പിന്നെ ഊഹക്കച്ചവടം പറയില്ലേ, പെട്ടെന്ന് ഒരു കച്ചവടം നടത്തുന്നതോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ലാഭത്തിലേക്കാണ് ഈ ഒരു മാസം വരിക. ഈ മേടമാസത്തിൽ ഏറ്റവും നല്ല സമയമാണ് അവർക്ക് വരുന്നത്. പിന്നെ ഈ ഒരു വർഷക്കാലം പിന്നെ 9ലേക്കാണ് നമ്മുടെ ശനി നിൽക്കുന്നത്. ആ ശനീശ്വരനെ ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ എപ്പോഴും കർമ്മത്തിലേക്ക് ശ്രദ്ധിക്കുക. ശനി എപ്പോഴും ഭാഗ്യഭാവത്തിലാണ്. 9ാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യഭാവത്തിലാണ്. ഏപ്രിൽ 24ാം തീയതി വരയ്ക്ക് അഗ്നിമാരുത യോഗമാണ് അവിടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി കൂടി നല്ലൊരു സമയമാണ്. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് വരയ്ക്ക് നമ്മളൊന്ന് സൂക്ഷിക്കുക. വാഹനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഭാഗ്യത്തിലാണ് നിൽക്കുന്നതെങ്കിലും സൂക്ഷിക്കുന്നത് ഇത്തിരി കൂടി നല്ലതാണ്. ആ പുണർദ നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗം മിഥുനക്കൂറിൽ, ഇനി 1/4 ഭാഗം കർക്കിടകത്തിലാണ് നിൽക്കുന്നത്. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ മേടസംക്രമം വരുന്നത് 10ലാണ് നിൽക്കുന്നത്, കർമ്മത്തിൽ. അപ്പോൾ കർമ്മത്തിൽ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമാധിപനായിരിക്കുന്ന സൂര്യൻ കർമ്മത്തിലേക്ക് വരികയാണ്, സ്വന്തമായിട്ട് വരികയാണ്, സ്വന്തം രാശിയിലേക്ക് ഉച്ചരാശിയിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ നിങ്ങളുടെ എന്ത് കർമ്മമാണോ ചെയ്യുന്നത് അത് ഇത്തിരി കൂടി ബെനഫിറ്റോട് കൂടി നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ടൊരു സാധ്യതയുണ്ട്. പിന്നെ മെയ് 1ാം തീയതിക്ക് ശേഷം ഏറ്റവും നല്ല സമയമാണ് കർക്കിടക രാശിക്കാർക്ക്. എന്നുവെച്ചാൽ 12 വർഷത്തിലൊരിക്കലാണ് 11ലേക്ക് വ്യാഴത്തിൻ്റെ വരവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും നല്ല സമയമായിട്ട് ഈ ഒരു വർഷം നിങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ശോഭന ഫലമാണ് ഈ കർക്കിടക രാശിയിൽ നിൽക്കുന്ന പുണർദ നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗക്കാർക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. എന്നിട്ട് പറ്റാവുന്ന വഴിപാടെന്ന് വെച്ചാൽ വിഷ്ണുവിനെ എപ്പോഴും നമ്മൾ ഒരു പിടിപ്പണം സമർപ്പിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോണേന്ന് പറഞ്ഞ് ഒരു മഞ്ഞപ്പട്ടിൽ ഒരു പിടിപ്പണം സമർപ്പിക്കുക.
പിന്നെ അതേപോലെ തന്നെ ദേവിക്ക് പോയി ഒരു ചുവന്ന മാല സമർപ്പിക്കുക. ഇവിടെ ഈ കർക്കിടക രാശിക്കാർക്ക് അഷ്ടമത്തിലാണ് ശനിയും ചൊവ്വയും കൂടി നിൽക്കുന്നത്. അഷ്ടമഭാവത്തിൽ ആവുമ്പോൾ നമുക്ക് രോഗാവസ്ഥകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് കഷ്ടനഷ്ടങ്ങളും രോഗാവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. അത് മെയ് മാസത്തോടു കൂടി ഇത് മാറുകയാണ്. എങ്കിലും ഈ കഷ്ടനഷ്ടങ്ങൾ നമുക്ക് ധാരാളം ഉണ്ടാവുന്നുണ്ട്. കാല് സംബന്ധമായ രോഗങ്ങൾ, ഞരമ്പ് സംബന്ധമായ രോഗങ്ങളൊക്കെ കർക്കിടകക്കാർക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ വിഷുഫലം അനുസരിച്ച് ഈ ഒരു കാൽഭാഗം കർക്കിടകത്തിൽ പുണർദത്തിൻ്റെ നിൽക്കുന്നത് കൊണ്ട് ഈ കർക്കിടക രാശിയിൽ നിൽക്കുന്നവർക്ക് വളരെ സൂക്ഷിക്കണം. രോഗാവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ മെയ് മാസം 1-ാം തീയതിയോടുകൂടി കുറച്ച് തീരുമെങ്കിലും നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ശിവൻ്റെ അമ്പലത്തിൽ പോകണം, ധാര കൊടുക്കണം. കരിക്ക് കൊണ്ട് ധാര, മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കരിക്ക് കൊണ്ട് ധാര കൊടുക്കുക. പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, പിടിപ്പണം സമർപ്പിക്കുക. അങ്ങനെ ഹനുമാൻ ക്ഷേത്രത്തിൽ പോവുക. ഹനുമാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വെറ്റില മാലയും കൂടി സമർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ്. ഈ രോഗം ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും സാമ്പത്തികമായിട്ട് ദുരിതങ്ങളൊന്നുമില്ലാതെ ഈ ഒരു മാസം കഴിഞ്ഞാൽ, ഈ മേടമാസത്തിൻ്റെ പകുതി കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു സമയം പുണർദ നക്ഷത്രക്കാരൻ്റെ കർക്കിടക രാശിയിലുള്ളവർക്കും നല്ലൊരു സമയമാണ്. ഇനി പൂയ നക്ഷത്രം കർക്കിടക രാശിയിലെ പൂയ നക്ഷത്രമാണ്. അപ്പോൾ ഈ പൂയ നക്ഷത്രക്കാർ കാണുന്നുണ്ടെങ്കിൽ മേടത്തിലേക്കാണ്, കർമ്മസ്ഥാനത്തൊക്കെയാണ് സൂര്യൻ വരുന്നത്. അപ്പോൾ ആ വിഷു സംക്രമം, മേട രവി സംക്രമം നടക്കുന്നത് കർമ്മത്തിലാണ്. അത് ഏറ്റവും നല്ലൊരു ഭാവമാണ് സൂര്യൻ കർമ്മത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ. അത് മേടൻ രാശിയിൽ ഉച്ചരാശിയാണ്. അപ്പം നമ്മുടെ കർമ്മവുമായിട്ടുള്ള ബന്ധം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അവിടെ കുറേ ദോഷങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം 9-ാം ഭാവത്തിൽ വരുമ്പോൾ ദോഷഫലമൊന്നുമല്ല, അതൊരു ഭാഗ്യഭാവത്തിൽ തന്നെ ആണെങ്കിലും ഇപ്പം ഇത്തിരി കൂടി നന്നായിട്ട് നിങ്ങൾ ആ കർമ്മത്തിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു മാസം ഏറ്റവും നല്ലൊരു മാസമായിട്ടും ഈ ഒരു മാസം മേടമാസത്തിൽ ആ സംക്രമ സമയത്തുള്ള ആ മാസം ഏറ്റവും നല്ലൊരു സമയമാണ്. പിന്നീട് നമുക്ക് ഈ ഒരു വർഷത്തിൽ തന്നെ വ്യാഴം മാറുന്നുണ്ട്. ആ വ്യാഴം മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം നമുക്ക് ഏറ്റവും നല്ല ഫലമാണ് പൂയ നക്ഷത്രക്കാർക്ക്. 11-ലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം. അപ്പോൾ ഈ ഒരു വർഷത്തിൽ ഏറ്റവും ഈ ഒരു മാസം വളരെ സൂക്ഷിക്കുക. പിന്നെ അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ അഷ്ടമത്തിലെ ശനി ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 1.5 വർഷമായിട്ടുണ്ട് അവിടെ തന്നെ. ഇനി ഒരു വർഷക്കാലത്തിൻ്റെ അടുത്ത് പോലും അതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ അഗ്നിമാരുതി യോഗം ഇപ്പം നടന്നിരിക്കുന്നുണ്ട് ഏപ്രിൽ 24-ാം തീയതി വരെ. അപ്പോൾ രോഗാവസ്ഥകളൊക്കെ കൂട്ടുന്നൊരു സമയമാണ്. അപ്പോൾ അത് വളരെ സൂക്ഷിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാലും അഷ്ടമത്തിലുള്ള ശനീശ്വരനെ ഇത്തിരി കഷ്ടനഷ്ടങ്ങളും രോഗാവസ്ഥകളും ദുരിതങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. എങ്കിലും ലാഭസ്ഥാനത്തേക്ക് വ്യാഴം വരുമ്പോൾ വളരെയധികം മാറ്റമാണ് നിങ്ങൾക്ക് സംഭവിക്കുക. ഈ ഒരു വർഷം നമുക്ക് എത്രയൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ മാറ്റിയിട്ട് മുന്നിലേക്ക് പോകാനായിട്ടുള്ള ഒരു പുതിയ വഴിയും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ തൊഴിൽ മേഖലയിലായാലും നമ്മുടെ കച്ചവടങ്ങളാണെങ്കിലും എല്ലാത്തിനെയും ഒരു നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ പൂയ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നുണ്ട്. ഈ പൂയ നക്ഷത്രത്തിൽ പെടുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർ വിദേശത്തേക്ക് പോകാനൊക്കെ ആയിട്ട്, പിന്നെ ലാഭം, ഏറ്റവും നല്ല തൊഴിൽ മേഖല കിട്ടാനൊക്കെ ആയിട്ട് നല്ലൊരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മേടത്തിൽ ഈ വിഷു തുടങ്ങി നമുക്ക് വരുന്നത്. അപ്പോൾ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു വർഷം അതൊക്കെ മാറി നമുക്ക് നല്ല മേഖലയിലേക്ക് എത്താനും ലാഭസ്ഥാനത്തേക്ക് നല്ല ശമ്പളം, അങ്ങനെ ഉയർന്ന ജോലി, നല്ല പോസ്റ്റിലേക്ക് മാറാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഉയർന്ന പോസ്റ്റൊക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് നല്ല രീതിയിലേക്ക് പോകാനായിട്ട് സാധിക്കും. സ്ത്രീകൾക്കാണെങ്കിലും അവരാഗ്രഹിച്ചിരുന്ന കുറേ കാര്യങ്ങളിലേക്ക് നമുക്ക് ലഭിക്കാനായിട്ടുള്ള സമയം കൂടിയാണ് ഈ വിഷുഫലം പൂയ നക്ഷത്രക്കാർക്ക് പറയുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം, പറ്റത്തക്ക വഴിപാടുകൾ നമ്മൾ ചെയ്യാം. പിന്നെ ഹനുമാൻ ക്ഷേത്രത്തിൽ പോവുക, വെറ്റിലമാല സമർപ്പിക്കുക. ദേവിക്ക് നന്നായിട്ട് ചുവന്ന പൂക്കൾ കൊണ്ട് ദുർഗാ ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതാണ് പൂയ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷഫലം പറയാനുള്ളത്. ആയില്യ നക്ഷത്രം, ആയില്യ നക്ഷത്രക്കാർ ഈ കർക്കിടക്കൂറിൽ പെടുന്ന നക്ഷത്രം തന്നെയാണ്. അപ്പോൾ ഈ ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കർമ്മത്തിലേക്കാണ് സൂര്യൻ്റെ വരവ്. മേടത്തിൽ തന്നെയാണ് മേടം സൂര്യനും കൂടി സംക്രമിക്കുന്നത്. അപ്പോൾ അവിടെ വ്യാഴം നിൽക്കുന്നുണ്ട്. ഈ ഒരു മാസത്തിൽ മെയ് 1-ാം തീയതി വരയ്ക്കും വ്യാഴം അവിടെ ഉണ്ട് നമുക്ക്. അപ്പോൾ ആ ഒരു ചെറിയൊരു ഇത്തിരി കാലയളവാണെങ്കിലും നല്ല ഫലങ്ങൾ തന്നിട്ടാണ് ആ വ്യാഴം രാശി മാറി വരിക.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആയില്യ നക്ഷത്രക്കാർക്കും ഈ ഒരു വർഷം ഏറ്റവും നല്ലൊരു സമയമാണ്. ഏറ്റവും നല്ല സമയം തന്നെയാണ്. അവർ വിചാരിക്കാത്ത പല കാര്യങ്ങൾ തന്നെ അവർക്ക് നടക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം ഏറ്റവും ശോഭന ഫലങ്ങളാണ് അവർക്ക് തരുന്നത്. വ്യാഴത്തിൻ്റെ മാറ്റമാണെങ്കിലും വിഷുഫലമാണെങ്കിലും ഒക്കെ ഏറ്റവും നല്ല സമയമാണ് നമുക്ക് തരുന്നത്. പിന്നെ അഷ്ടമത്തിൽ നമുക്ക് ഉണ്ട്, അഷ്ടമരാശിയിലാണ് നമ്മുടെ ശനീശ്വരൻ നിൽക്കുന്നത്. ഇപ്പോൾ കുറച്ച് അഗ്നിമാരുത യോഗം നടക്കുന്നുണ്ട് എങ്കിലും ആ അഷ്ടമശനി നമുക്ക് ദേഹത്തിന് അസ്വസ്ഥതകൾ കുറച്ചധികം കൊടുക്കും. ഞരമ്പ് സംബന്ധമായ രോഗങ്ങളോ അല്ലെങ്കിൽ എല്ല് പൊട്ടൽ, പെട്ടെന്ന് വീഴ്ച, അങ്ങനെയൊക്കെ കുറച്ച് ദോഷങ്ങളൊക്കെ നൽകുന്നുണ്ട് എങ്കിലും ഈ വ്യാഴം നമുക്ക് സാമ്പത്തികമായിട്ട് ദുരിതം തരുന്നില്ല. അപ്പോൾ ഈ ഒരു വർഷം സാമ്പത്തികമായിട്ട് നമുക്ക് ദോഷങ്ങളൊന്നും വരുന്നില്ല, പക്ഷെ ശാരീരികമായിട്ട് നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകാനായിട്ട് ഉള്ള ദോഷങ്ങളുണ്ട്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് തന്നെ പോകണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാഹു 9-ലാണ്, ഭാഗ്യഭാവത്തിലാണല്ലോ രാഹു നിൽക്കുന്നത്. ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ പാമ്പുകൾ, അതായത് നാഗത്താന്മാരെ വെച്ച് ഇരിക്കുന്ന കാവുകളിൽ പോയിട്ട് പറ്റത്തക്ക വഴികൾ മഞ്ഞൾപ്പൊടി, കുരുമുളക്, വെളിച്ചെണ്ണ ഇതൊക്കെ സമർപ്പിക്കുകയാണ് നാഗങ്ങൾക്ക് ഏറ്റവും പൂജ കൊടുക്കുക. അപ്പോൾ നാഗത്താന്മാർക്ക് പൂജ കൊടുക്കുക. പിന്നെ അതേപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, അവർക്ക് പറ്റുന്ന പഞ്ചാര പായസവും മഞ്ഞപ്പട്ടിൽ പിടിപ്പണവും അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്യാം. ശിവൻ്റെ അമ്പലത്തിൽ പോകണം. ശിവൻ്റെ അമ്പലത്തിൽ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രുദ്രാഭിഷേകം കൊടുക്കുക. എന്ന് വെച്ചാൽ ഈ ആയില്യ നക്ഷത്രക്കാർക്ക് കർക്കിടക രാശിയിൽ പെടുന്നവർക്കാണെങ്കിലും ആ രുദ്രാഭിഷേകം കൊടുക്കുമ്പോൾ രോഗങ്ങളുടെ അവസ്ഥകൾക്ക് വളരെ കുറവ് വരും. അത് 11 തരം മരുന്ന് കൂട്ടുകൾ കൊണ്ടാണ് ഈ അഭിഷേകം നടക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ആ അഭിഷേകത്തിൻ്റെ ഫലമായിട്ട് നമുക്കും ശാരീരികമായിട്ടുള്ള ദോഷങ്ങളൊക്കെ കുറഞ്ഞ് നല്ലൊരു സമയം, ഈ ഒരു വർഷം ഏറ്റവും ശോഭന ഫലങ്ങളാണ് ആയില്യ നക്ഷത്രക്കാർക്കും കൊടുക്കുന്നത്. വിഷുവിൻ്റെ ഫലം അനുസരിച്ച് ആയില്യ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ്. നിങ്ങളതിനെ നന്നായിട്ട് കെയർ ചെയ്യുക, യൂസ് ചെയ്യുക. കുട്ടികളാണെങ്കിലും എന്തൊരു ജോലി കിട്ടിയാലും അതിൽ വേഗം കയറി അത് സ്റ്റാർട്ട് ചെയ്യുക. അത് പ്രൊമോഷനും മുന്നിലേക്ക് ഉയരാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ എന്തൊരു ജോലി ആയിക്കോട്ടെ, ചെറിയൊരു ജോലിയാണെന്ന് പറഞ്ഞിട്ട് അത് കളയരുത്, അതിൽ തന്നെ കയറുക. അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു നല്ലൊരു സമയമാണ്. സ്ത്രീകൾക്കാണെങ്കിലും ഒരു പുതിയ വീട് വെക്കണം എന്നുള്ള ആഗ്രഹക്കാർക്കാണെങ്കിലും ഒക്കെ ഏറ്റവും നല്ലൊരു സമയമാണ്. അപ്പോൾ ഈ കർക്കിടക രാശിയിൽപ്പെടുന്ന ആയില്യ നക്ഷത്രക്കാർ ഏറ്റവും ഒരു നല്ല സമയമാണ്. അത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ മകനക്ഷത്രം ചിങ്ങൻ രാശിക്കൂറിൽപ്പെടുന്നതാണ്. ഈ വിഷു സംക്രമം വരുന്നത് ലഗ്നാല്, അതായത് ചിങ്ങത്തിൻ്റെ 7, 8, 9-ലാണ്. 9-ാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും കൂടി നിൽക്കുന്നത് ഭാഗ്യഭാവമാണ്. ഇവർക്ക് ആദ്യം തന്നെ വ്യാഴം 9-ലായിരുന്നു. ഇപ്പോൾ സൂര്യനും കൂടി വന്നു അവിടേക്ക്, ആ മേടത്തിലെ സംക്രമം വരുമ്പോൾ. അപ്പോൾ ആ ഒരു മാസം ഏറ്റവും നല്ല സമയമാണ് സൂര്യൻ. അപ്പോൾ ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് ഒരു വിളിക്കാം, പ്രമോഷനാണെങ്കിൽ പ്രമോഷൻ കിട്ടാം. അത് 9-ാം ഭാവം ഭാഗ്യഭാവത്ത് കൂടിയിട്ടാണ് ആയതുകൊണ്ട്. പിന്നെ സാമ്പത്തിക കാര്യങ്ങൾക്കാണെങ്കിലും മാറ്റങ്ങൾ വരാം. പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുന്ന ധനങ്ങളെ ഉണ്ടാക്കാം. ഇപ്പോൾ ചിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമുക്കൊരു ഭാഗ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് നമുക്കത് സാധിക്കും. പിന്നെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഇപ്പോൾ 7-ൽ ശനീശ്വരനാണ് നിൽക്കുന്നത്. അവിടെ അഗ്നിമാരുത യോഗം നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഭാഗ്യമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ തടസ്സങ്ങളുണ്ട്. പക്ഷെ ആ തടസ്സങ്ങളൊക്കെ ഈ ഏപ്രിൽ 24-ാം തീയതിയോടുകൂടി വലിയ തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് ഭാഗ്യത്തിലേക്ക് ആണ് നിൽക്കുന്നത് സൂര്യൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സൂര്യനെ നന്നായിട്ട് ഭജിക്കുക, നന്നായിട്ട് സൂര്യനാരായണൻ്റെ സ്തോത്രങ്ങളൊക്കെ ജപിക്കുക. പിന്നെ മെയ് 1-ാം തീയതിക്ക് ശേഷം വ്യാഴം 10-ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട്, ഇടവത്തിലേക്ക്. അപ്പോൾ ഇടവത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത്. അപ്പോൾ കർമ്മവുമായി ബന്ധപ്പെട്ട് എന്തൊരു ഉണ്ടെങ്കിലും നന്നായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ഭൂമിയുടെയൊക്കെ കച്ചവടക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഏപ്രിൽ 24-ാം തീയതി വരേക്ക് ഒരു കച്ചവടത്തിന് ടോക്കണൊന്നും കൊടുക്കാതെ വാക്കുകൾ മാത്രം പറഞ്ഞ് നിർത്തുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നടക്കാനോ ബ്ലോക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഏപ്രിൽ 24-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്കൊരു നല്ല സമയത്തിലേക്കാണ്. അപ്പോൾ വാക്കുകൾ, സംസാരമൊക്കെ വളരെ സൂക്ഷിച്ച് സംസാരിച്ച് അതിൻ്റെ കർമ്മവുമായിട്ട്, അതായത് കച്ചവടത്തിൻ്റേതായിട്ടുള്ള കർമ്മവുമായി നിങ്ങൾ മുന്നോട്ട് പോവാം. ഭാഗ്യഭാവത്തിൽ വ്യാഴം വന്ന് നിൽക്കുന്നുണ്ട്. 10-ാം ഭാവത്തിലേക്ക് വ്യാഴം മാറ്റം വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം ഈ കണ്ടകശനിയുടെ കാലഘട്ടമാണെങ്കിലും മകൻ നക്ഷത്രക്കാർക്ക്
കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. രോഗാവസ്ഥകൾ വരുന്നുണ്ട് അവിടെ. അഷ്ടമത്തിലാണ് രാഹു, പിന്നെ കണ്ടകശനിയാണ്. അപ്പം ഞരമ്പ് സംബന്ധമായിട്ടൊക്കെയുള്ള രോഗങ്ങളൊക്കെ വരും. അപ്പം നാഗത്താങ്കാവിലൊക്കെ പോയിട്ട് പൂജകൾ കൊടുക്കുക. അതായത് രാഹു പൂജ കൊടുക്കുക, പിന്നെ ആയില്യ പൂജ കൊടുക്കുക. നാഗങ്ങൾക്കുള്ള പൂജയാണല്ലോ ആയില്യ പൂജ, അത് കൊടുക്കുക. പിന്നെ ഈ മേടൻ രാശിയുടെ ടെൻഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് കടുമധുര പായസം കൊടുക്കുക, ദേവിക്ക് ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന കൊടുക്കുക, നിങ്ങളുടെ പേര് നക്ഷത്രമൊക്കെ വെച്ചിട്ട് അർച്ചന ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രോഗത്തിനും ഒരു ശമനം കിട്ടും. നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾക്കും നമുക്കൊരു നല്ലൊരു സമയമായിട്ട് ഈ വർഷത്തെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ കുട്ടികളാണെങ്കിലും എല്ലാവരും വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും പിന്നത്തെ ഒരു ഇൻ്റർവ്യൂവിൽ നമുക്കത് എടുക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഈ രാഹു അഷ്ടമത്തിലായതാണ് ഒത്തിരി ദോഷം വരുന്നത്. പക്ഷെ വ്യാഴം നല്ലതിലേക്കാണ്. അപ്പോൾ ഈ പൂജകളും വിധികളൊക്കെ ചെയ്തതിന് ശേഷം മുന്നോട്ട് പോകാനായിട്ട് നക്ഷത്രക്കാർക്ക് നല്ലതാണ്. പൂരം നക്ഷത്രക്കാർ ചിങ്ങൻ രാശിയിലുള്ള, ഇപ്പോൾ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചിങ്ങൻ രാശിയിലാണ് നിൽക്കുന്നത്. ഈ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുഫലം മേടത്തിലേക്ക് സൂര്യൻ വരുമ്പോൾ 9ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ 9ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ഏറ്റവും നല്ല ഭാവമാണ്. പിന്നെ ആ സൂര്യന് ഉച്ചക്ഷേത്രവും കൂടിയിട്ടാണ്. അപ്പം നമുക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തു തരാനും ഉയർന്ന പൊസിഷനുകൾ കൊണ്ടുവന്ന് തരാനും ഒക്കെ ഈ പൂര നക്ഷത്രക്കാർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൂര നക്ഷത്രക്കാർക്ക് കണ്ടകശനിയാണ്. അപ്പോൾ 7ലെ ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നത്, നിവർത്തി സ്ഥാനമാണ് 7ാം ഭാവം. അപ്പോൾ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കാം. അവിടെ ഒരു ബ്ലോക്ക് തന്നെ ഉണ്ട് എങ്കിലും ആ മേടമാസം നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. അത് കഴിഞ്ഞാലും വ്യാഴത്തിൻ്റെ ഒരു മാറ്റവും നിങ്ങൾക്കൊരു നല്ല സമയത്തിലേക്ക് തന്നെയാണ് കൊണ്ടുവരിക. ഇതിൽ രോഗാവസ്ഥകളാണ് ഈ ചിങ്ങൻ രാശിയിൽ പെടുന്ന പൂര നക്ഷത്രക്കാർക്ക് വരുന്നത്. രോഗം എന്ന് പറഞ്ഞാൽ അഷ്ടമത്തിൽ രാഹു വരുമ്പോൾ രോഗങ്ങൾ ഉണ്ടാക്കും. പിന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇഴഞ്ഞ് നീങ്ങുക എന്ന് പറയില്ലേ. അപ്പം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷെ ആ കാര്യങ്ങൾ നമ്മുടെ കയ്യിലെത്താനായിട്ട് സമയമെടുക്കും. രാഹു അഷ്ടമത്തിലാണ്, ധനഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇഴഞ്ഞ് പോകുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ അതിനൊരു മാറ്റം വരാനായിട്ട് ആയില്യ പൂജയൊക്കെ കൊടുക്കുക, രാഹുവിന് പൂജ കൊടുക്കുക, ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് കരിക്ക് കൊണ്ട് ധാര കൊടുക്കുക. നമ്മുടെ മേടത്തിലിരിക്കുന്ന സൂര്യൻ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കി തരും. നല്ല ഭാവത്തിലേക്കാണെങ്കിലും ടെൻഷൻ കുറയ്ക്കാനായിട്ട് കരിക്ക് കൊണ്ട് ധാര കൊടുക്കുക. ഇതൊക്കെ ചെയ്താൽ പൂര നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും നല്ലൊരു സമയമാണ് ഈ ഒരു വിഷുഫലം. എന്നുവെച്ചാൽ ഈ ഒരു വർഷം ഏറ്റവും ഒരു നല്ല ഭാവത്തിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി ചിങ്ങൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രമാണ് ഉത്തര നക്ഷത്രം. ഉത്തര നക്ഷത്രത്തിൻ്റെ കാൽഭാഗമാണ് ചിങ്ങത്തിൽ നിൽക്കുന്നത്. പിന്നെ ബാക്കിയുള്ള 3/4 ഭാഗം കന്നി രാശിയിലാണ് പെടുന്നത്. അപ്പോൾ ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് 9ാം ഭാവത്തിലേക്കാണ് നമുക്ക് മേടത്തിൽ സൂര്യസംക്രമം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷുക്കാലം, അതായത് ഈ ഒരു വർഷം ഇവർക്ക് 9ാം ഭാവത്തിൽ സൂര്യൻ ഏറ്റവും നല്ല ഭാവത്തിലേക്കാണ് വന്ന് നിൽക്കുന്നത്. അവിടെ ഇപ്പോൾ വ്യാഴം വന്ന് നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യഭാവങ്ങളാണ്. പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും മുന്നേറാനായിട്ട് പറ്റുന്ന ഒരു സമയം കൂടിയാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഓരോന്നായിട്ട് സക്സസ് ആവാനും നമുക്ക് പറ്റും. കുട്ടികളാണെങ്കിലും അവർക്ക് ഈ മേടത്തിൽ നിൽക്കുന്ന ഉത്തരത്തിൻ്റെ കാൽഭാഗം കരിക്കാണ് ഏറ്റവും കൂടുതൽ അത് സംഭവിക്കുന്നത്. കുട്ടികളാണെങ്കിലും പഠന വിഷയവുമായി മുന്നോട്ട് പോകുമ്പോഴും അതേപോലെ തന്നെ അവർ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങൾക്കായാലും പോകുമ്പോൾ ഒരു ഭാഗ്യം ഇങ്ങനെ പെട്ടെന്ന് അത് നടക്കും. ഒരു ഭാഗ്യഭാവം കൊണ്ട് നമ്മൾ പറയില്ലേ, പെട്ടെന്നായിരുന്നു അത് കിട്ടിയതെന്ന്, അതുപോലെ നമുക്ക് പെട്ടെന്നത് സാധിക്കാനായിട്ടൊരു സമയമാണ്. പിന്നെ 7ാം ഭാവത്തിൽ അവർക്ക് കണ്ടകശനിയുടെ കാലഘട്ടമാണെങ്കിലും ആ ശിവനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. രാഹു അഷ്ടമത്തിലാണ്, രോഗാവസ്ഥകളൊക്കെ ഉണ്ടാവും, ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാവും, രോഗങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് രാഹു പൂജ കൊടുക്കുക, ആയില്യ പൂജ കൊടുക്കുക. ഇതൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ ചിങ്ങൻ രാശിയിൽ പെടുന്ന ഉത്തരത്തിൻ്റെ കാൽഭാഗക്കാർ ചെയ്യണം. ഇനി കന്നി രാശിയിൽ പെടുന്ന ഉത്തരത്തിൻ്റെ 3/4 ഭാഗമുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് അഷ്ടമഭാവത്തിലേക്കാണ് സൂര്യൻ്റെ സംക്രമം വരുന്നത്, വിഷുഫലത്തിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അഷ്ടമത്തിൽ സൂര്യൻ വരുന്നത് സൂക്ഷിക്കണം. അഷ്ടമത്തിലെ സൂര്യൻ അത് മേടത്തിൽ വരുമ്പോൾ ശിരസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ നമുക്ക് പറയാം, അതുപോലെ കൂടുതൽ ടെൻഷനെ പറയാം. പിന്നെ
സാമ്പത്തികമായിട്ടും ഭയങ്കര ദോഷങ്ങളാണ് നമുക്ക് ഈ കന്നിക്കൂറുകാരായിട്ടുള്ള ഉത്തര നക്ഷത്രക്കാർക്ക് പറയുന്നത്. അപ്പോൾ എപ്പോഴും ശിവനെ നന്നായിട്ട് ഭജിക്കുക. എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും പോയിട്ട് ശിവന് ധാര കൊടുക്കുക. ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് ധാര കൊടുക്കുക. ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കാര്യം. പിന്നെ അവിടെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴമാണ്. ആ വ്യാഴം നമുക്ക് മെയ് 1 തീയതി വരയ്ക്ക് ഭയങ്കര ദോഷമാണെങ്കിലും അത് കഴിഞ്ഞാൽ 9ലേക്ക് വ്യാഴം മാറും. അപ്പോൾ 9ലേക്ക് വ്യാഴം മാറുമ്പോൾ ഇത്രയും കൂടി നല്ലൊരു സമയമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഇത്ര നാൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഒരു മാറ്റം നമുക്ക് വരും. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നമുക്ക് 2ലേക്ക് ദൃഷ്ടി കൊണ്ട് നമുക്ക് കാര്യങ്ങൾ നടന്നു പോയിരുന്നു. പക്ഷെ സൂര്യനും കൂടി വരുമ്പോൾ അതവിടെ ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ട് എന്ന് ചിന്തിക്കാതെ അടുത്ത് തന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴമാണ് നമുക്ക് സാമ്പത്തിക മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ തന്നെ പോവുക, പാൽപ്പായസം കൊടുക്കുക, നെയ്വിളക്ക് കൊടുക്കുക. അതൊക്കെ ചെയ്യുമ്പോൾ വ്യാഴത്തിന് ഒരു നല്ല മാറ്റം നമുക്ക് സംഭവിക്കും. രോഗാവസ്ഥകളെയാണ് നിങ്ങൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ടെൻഷൻ ഉണ്ടാക്കി രോഗങ്ങൾ ഉണ്ടാക്കുക, തല കറക്കം, വൊമിറ്റിങ്, അങ്ങനെയുള്ള കുറേ രോഗങ്ങൾ ഈ ഒരു മാസം നമുക്ക് വരുന്നുണ്ട്. അതൊന്ന് സൂക്ഷിക്കണം. കുട്ടികളാണെങ്കിലും അവർക്ക് ഇപ്പോൾ എക്സാമിനൊക്കെ പോകുമ്പോൾ വേണ്ട നമുക്ക് ഇന്ന് പോകണ്ട എന്നുള്ള കുറേ തോന്നലുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ കർമ്മഭാവം ആണ് അതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർമ്മത്തെ കൂടുതൽ സൂക്ഷിച്ച് മുന്നോട്ട് തന്നെ പോകണം. ഇതാണ് ഈ ഉത്തര നക്ഷത്രത്തിൻ്റെ 3/4 ഭാഗമുള്ള ആൾക്കാർക്ക് കന്നി രാശിയിലുള്ളവർ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ അവരുടെ ഈ അഷ്ടമഭാവമായ മേടത്തിലായതുകൊണ്ട് ദേവീക്ഷേത്രത്തിൽ പോവാം. ദേവിക്ക് കടുമധുര പായസം കൊടുക്കുക. മാസത്തിൽ 1 പ്രാവശ്യം വെച്ച് കടുമധുര പായസം കൊടുക്കുക. അത് ഈ ഒരു വർഷം മുഴുവൻ മാസത്തിൽ 1 പ്രാവശ്യമായിട്ട് നമ്മളത് കൊടുത്തു പോവുക. പിന്നെ രാഹുവിന് പൂജ കൊടുക്കുക. നിവർത്തി സ്ഥാനത്താണ് രാഹു നിൽക്കുന്നത്. ആയില്യ പൂജ കൊടുക്കുക രാഹുവിന്. നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് രാഹുവിന് പൂജ കൊടുക്കുക. പിന്നെ ഇവിടെ തന്നെയാണ് കേതു നിൽക്കുന്നത്. അപ്പോൾ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോകുമ്പോൾ രാഹുവിനും കേതുവിനും പൂജ കൊടുക്കുന്നത് നല്ലതാണ്. ഹനുമാൻ ക്ഷേത്രത്തിൽ പോവുക, വെറ്റിലമാല അല്ലെങ്കിൽ വടമാല എന്നിവയൊക്കെ സമർപ്പിച്ചാൽ ഈ ഉത്തര നക്ഷത്രക്കാരൻ്റെ 3/4 ഭാഗത്തുള്ള കന്നിക്കൂറുകാർക്കും ഈ വർഷം നല്ലൊരു സമയമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. കന്നിക്കൂറിൽ പെടുന്ന നക്ഷത്രമാണ് അത്ത നക്ഷത്രം. അപ്പോൾ ഈ അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മേടസംക്രമം നടക്കുന്നത്, വിഷുഫലം നമുക്ക് പറയാനുള്ളത്, അവർക്ക് ഇവിടെ അഷ്ടമത്തിലാണ് സൂര്യൻ്റെ സംക്രമം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസം, അതായത് മേടമാസത്തിലാണ് ഇത്തിരി ദോഷഫലങ്ങളാണ് കൂടുതൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ മെയ് 1 തീയതിക്ക് ശേഷം നമ്മുടെ വ്യാഴം മാറുന്നുണ്ട്. ആ മെയ് 1 തീയതി വരെ പുതിയ സംരംഭങ്ങളിലേക്ക് പോകുമ്പോഴോ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടക്കുമ്പോഴോ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. മെയ് 1 തീയതി വരെ, അതിന് മുൻപ് വരെ അതുവരയ്ക്ക് നമുക്ക് ദോഷമാണ്. അത് കഴിഞ്ഞാൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് ഉള്ളത്. അപ്പോൾ അതാണ് ഈ വിഷുഫലം നമുക്ക് പറയുന്നത്. അഷ്ടമത്തിലും പിന്നെ നിവർത്തി സ്ഥാനത്ത് നമുക്ക് നിൽക്കുന്നത് രാഹുവാണ്. അപ്പോൾ ആ നിവർത്തികാരകനായിട്ടുള്ള ആ വ്യാഴം അഷ്ടമത്തിൽ പോയി നിൽക്കുക. ഈ അഷ്ടമത്തിൽ തന്നെ സൂര്യന് നിൽക്കുക. അപ്പോൾ നമുക്ക് ബാങ്കിങ് മേഖലയോ വേറെ എന്തെങ്കിലും ഉള്ള ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ഭൂമി സംബന്ധമായ ഇടപാടുകളൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം പോയാലും പിന്നെയും പോകേണ്ട ഒരു ബുദ്ധിമുട്ടുകൾ വരും നമുക്ക്. അപ്പോൾ അതൊക്കെ മനസ്സിനെ ശക്തിപ്പെടുത്തി അതൊക്കെ എൻ്റെ ഈ ഒരു കാലക്കേടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. ഈ ഒരു മാസം നമുക്ക് വളരെ ക്ഷമയാണ് ആവശ്യം. ഏറ്റവും ക്ഷമാപൂർവം നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ മെയ് 1 തീയതിക്ക് ശേഷം നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനായിട്ട് വളരെ സ്മൂത്തായിട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അത്ത നക്ഷത്രക്കാർ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. വളരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതേപോലെ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക. എന്നും നമ്മളൊരു 20 മിനിറ്റ് നേരമെങ്കിലും ദൈവത്തിനെ അറിഞ്ഞ് വിളിച്ച്, അതായത് മെഡിറ്റേഷൻ ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ചെയ്തിട്ടോ ഒക്കെ മുന്നോട്ട് ഇറങ്ങിപ്പോകണം. അപ്പോൾ ഈ ഒരു മാസമാണ് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടം. പിന്നെ 7ാം ഭാവത്തിൽ കുട്ടികളാണെങ്കിലും അവർക്കൊരു പുതിയ ഇതിലേക്ക് പോയിട്ട് അവർക്കത് ഇൻ്റർവ്യൂ കഴിഞ്ഞു, അവർക്കത് കിട്ടിയില്ലല്ലോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. വളരെ ശ്രദ്ധിച്ച് ടെൻഷനൊക്കെ മാറ്റി നിർത്തി അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെ ഇരിക്കണം. ഈ ഒരു മാസം കഴിഞ്ഞാൽ മെയ് മാസം 1 തീയതിക്ക് ശേഷം വ്യാഴത്തിൻ്റെയൊക്കെ ഒരു മാറ്റം വരുമ്പോഴാണ് നമ്മുടെ ഈ ദോഷഫലങ്ങൾ കാഠിന്യം കുറയുള്ളൂ. അതുവരയ്ക്ക് അത്ത നക്ഷത്രക്കാർ വളരെ സൂക്ഷിക്കണം.
ഏഴാം ഭാവത്തിൽ രാഹുവും ലഗ്നത്തിനോട് കൂടി, അതായത് ഈ അത്ത നക്ഷത്രത്തോടു കൂടി കേതുവും നിൽക്കുന്നത് കൊണ്ട് അപകടങ്ങളെ വളരെ സൂക്ഷിക്കുക. അത് കഴിഞ്ഞാൽ, അതായത് ഈ മേടമാസം കഴിഞ്ഞാൽ ഇത്തിരി കൂടി നല്ലൊരു സമയമാണ്. ഈ ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് നല്ല സമയമാണ്. അപ്പോൾ ഈ മേടമാസം മാത്രം വളരെ സൂക്ഷിക്കുക. ശിവൻ്റെ അമ്പലത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. പിന്നെ രാഹുവിന് പൂജ കൊടുക്കുക, ആയില്യ പൂജ കൊടുക്കുക. നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് രാഹുവിനും കേതുവിനും പൂജ കൊടുക്കുക. പിന്നെ അഷ്ടമത്തിൽ സൂര്യനാണ്. അപ്പോൾ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് ധാര കൊടുക്കുക. കരിക്ക് കൊണ്ടൊക്കെ ധാര കൊടുക്കുന്നത് ഈ ടെൻഷൻ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. അങ്ങനെയാണ് അത്ത നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഈ മെയ് 1-ാം തീയതിക്ക് ശേഷം നല്ലൊരു ഫലം നമുക്ക് കിട്ടുന്നതാണ്. ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രം കന്നി രാശിയിൽ അതിൻ്റെ അരഭാഗവും പിന്നെ തുലാക്കൂറിലാണ് ബാക്കിയുള്ള ഭാഗവും നിൽക്കുന്നത്. അപ്പോൾ ഈ ചിത്തിര നക്ഷത്രത്തിൻ്റെ കന്നിക്കൂറിലുള്ളവർക്ക് വിഷു സംക്രമം നടക്കുന്നത് അഷ്ടമത്തിലാണ്. അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും അഷ്ടമരാശി മേടം രാശി സൂര്യൻ്റെ ഏറ്റവും ഉച്ചരാശിയും കൂടിയാണ്. അപ്പോൾ ഇവർക്ക് ടെൻഷനുള്ള പല സംഭവങ്ങളും വരും. ടെൻഷൻ കൊടുക്കുന്ന പല പല കാര്യങ്ങൾ, ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച്, ജോലി ആയാലും നമ്മൾ ചെയ്യുന്ന ജോലി കറക്റ്റ് ആവുന്നില്ല, ഒരു പ്രാവശ്യം ചെയ്യേണ്ട ജോലി പിന്നെയും പിന്നെയും ചെയ്യേണ്ടി വരിക, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ ഒരു മാസം മേടമാസം മാത്രമാണ് അത് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ്. അപ്പോൾ എന്തെങ്കിലും അനാവശ്യമായി കുറേ ടെൻഷൻ ഉണ്ടാക്കും. അപ്പോൾ വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാതെ എൻ്റെ ഈ ഒരു മാസം വളരെ ദോഷമാണെന്ന് കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു മാസം ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ അതിൽ കുട്ടികളാണെങ്കിലും എക്സാമൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ അത് തെറ്റിപ്പോവും, അതൊന്നും കിട്ടില്ല എന്നുള്ളൊരു തോന്നൽ വരും. വീട്ടിൽ വന്നിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. അതൊന്നും വേണ്ട. ഈ ഒരു മാസം മെയ് മാസം 1-ാം തീയതി വരെ നമുക്ക് ദോഷമാണ്. ഈ മേടമാസം മുഴുവൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. സ്ത്രീകളാണെങ്കിലും വാക്കുകളെ ശ്രദ്ധിക്കുക. സ്ത്രീകളെ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇവിടെ കേതു ബന്ധാണ്. ഇപ്പോൾ നമുക്ക് കേതു കൂടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇവർക്ക് ടെൻഷൻ വരും. അവർ വാക്കുകളൊക്കെ രൂക്ഷമായിട്ട് പെരുമാറും. 7-ാം ഭാവമാണ് നിൽക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ ഭർത്താവുമായിട്ടോ അല്ലെങ്കിൽ ആണുങ്ങളാണെങ്കിൽ സ്ത്രീകളൊക്കെ ആയിട്ട് കൂടുതൽ രൂക്ഷമായ സംസാരങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു മാസം വളരെ കെയർ ചെയ്ത് നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. ഇപ്പോൾ മുതിർന്നവരെ കാണുമ്പോൾ ബഹുമാനത്തോടു കൂടി നമ്മുടെ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഈ ഒരു മാസം, ഈ വർഷത്തിൽ, അതായത് വിഷുഫലത്തിൽ ഈ ഒരു വർഷത്തിൽ ഈ മേടമാസം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നല്ലൊരു ഫലമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ചിത്രയുടെ പകുതി ഭാഗത്തിലുള്ള കന്യക്കൂറുകാർക്കാണ് ഈ ഒരു ഫലം. അപ്പോൾ അവർ കൃഷ്ണൻ്റെ അമ്പലത്തിലൊക്കെ പോകാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ തുലാക്കൂറിൽ നിൽക്കുന്നുണ്ട് പകുതി ഭാഗം. ആ തുലാക്കൂറിൽ നിൽക്കുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് മേടസംക്രമം വരുന്നത് 7-ാം ഭാവത്തിലാണ്, നിവർത്തി സ്ഥാനത്താണ്. അപ്പം നിവർത്തി സ്ഥാനത്തേക്ക് വരുമ്പോൾ ഏറ്റവും നല്ല ഭാവമാണ് അവർക്ക്. തുലാരാശിക്കാരെ സംബന്ധിച്ച് ആ ചിത്രപ്പെടുന്നവർക്ക് ഏറ്റവും നല്ല ഭാവമാണ്. അവിടെ സൂര്യൻ നിൽക്കുകയാണ്, അവിടെ വ്യാഴം കൂടിയുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു മാസം ഏറ്റവും നല്ലതാണ്. പക്ഷെ അത് കഴിഞ്ഞ് മെയ് 1-ാം തീയതിക്ക് ശേഷം അത് വരുന്നത് അഷ്ടമഭാവത്തിലേക്കാണ് വ്യാഴം മാറുക. അപ്പോൾ ഈ ഒരു മാസമാണ് അവർക്ക് ഏറ്റവും നല്ല ഫലം വരുന്നത്. വ്യാഴം പിന്നെ അവർക്ക് വരുന്നത് അഷ്ടമഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വർഷം ഈ തുലാരാശിയിൽ നിൽക്കുന്ന ചിത്തിരക്കാർക്ക് വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ സൂക്ഷിച്ചെന്ന് പറഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 3-ൻ്റെയും 6-ൻ്റെയും ഭാവാധിപതിയാണ് വ്യാഴം. അത് അഷ്ടമത്തിലേക്കൊക്കെ പോവും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു വർഷം തുലാരാശിയിൽ പെടുന്ന ചിത്തിര നക്ഷത്രക്കാർ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കുട്ടികളാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും ഇപ്പോൾ പരീക്ഷയ്ക്കൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിലും ഭഗവാനെ നന്നായിട്ട് വിളിച്ചുകൊണ്ട് പ്രാർത്ഥന നന്നായിട്ട് എടുത്തുകൊണ്ട് വേണം പോകാനായിട്ട്. അപ്പോഴാണ് നമുക്കൊരു ശോഭന ഫലം അവിടെ കിട്ടുക. ഈ വർഷം കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക, കൃഷ്ണന് നന്നായിട്ട് തുളസിയുടെ മാല കോർത്ത് കിട്ടുക. പിന്നെ അതുപോലെ പഞ്ചസാര പായസം, അതായത് പാൽപ്പായസം കൊടുക്കുക, ഗണപതിക്ക് തേങ്ങ മുട്ടിറക്കുക. ഇതൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് എല്ലാ മാസത്തിലും പറ്റത്തക്ക വഴിപാടുകളൊക്കെ ക്ഷേത്രങ്ങളിൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഈ തുലാരാശിക്കാർ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് ആപത്തൊന്നുമില്ലാതെ സാമ്പത്തികമായിട്ട് കഷ്ടനഷ്ടങ്ങളൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ചോതി നക്ഷത്രം.
ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് തുലാരാശിയിൽ പെടുന്ന നക്ഷത്രമാണ്. അപ്പോൾ ഈ തുലാരാശിയിലെ 7ാം ഭാവത്തിൽ ആണ് വ്യാഴം മേടസംക്രമം അതായത് വന്ന് നിൽക്കുന്നത്. സൂര്യനും മേടത്തിലേക്ക് വന്ന് നിൽക്കുന്ന സംക്രമ സമയം. അപ്പോൾ ഈ ഒരു വർഷത്തിൽ നമുക്ക് ഈ വ്യാഴം അവിടെ ഇത്ര നാൾ നമുക്ക് ഒരു വർഷക്കാലമായിട്ട് നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വ്യാഴം നമുക്ക് മെയ് 1-ാം തീയതിക്ക് ശേഷം മാറുകയാണ്. അതുവരയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ്. അതായത് മേടമാസം മുതൽ മെയ് 1-ാം തീയതി വരയ്ക്ക് നല്ലതാണ്. ഏറ്റവും നല്ല ഒരു സമയമാണ്. നമുക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ഈ കുറച്ച് സമയമുള്ളെങ്കിലും അത് നന്നായിട്ട് തന്നെ അനുഭവത്തിൽ വരുന്നൊരു സമയം കൂടിയാണ്. പിന്നെ അതിലേക്ക് ഈ ഒരു വർഷത്തിൽ ഈ ഒരു മാസം നല്ലൊരു രാശി വന്നാൽ വ്യാഴം മാത്രം മാറുന്നുണ്ട് അഷ്ടമത്തിലേക്ക്. അപ്പോൾ അഷ്ടമത്തിലേക്ക് വ്യാഴം മാറിയാലും നിങ്ങൾ നന്നായിട്ട് വിഷ്ണുവിനെ ഭജിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അഷ്ടമഭാവത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ നമുക്ക് ധനഭാവമാണ് മാറുന്നത്. അപ്പോൾ അത് വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഈ ഒരു വർഷം നമ്മൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് തന്നെ പോകണം. 2ലേക്കാണ് ദൃഷ്ടി എന്നുണ്ടെങ്കിലും സാമ്പത്തിക ഇടപാടുകളൊക്കെ വളരെ സൂക്ഷിക്കണം. ഭൂമി കച്ചവടം, ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റ് അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഓരോ ഷെയർ എടുക്കുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഒരു ദിവസം 2 ദിവസം ആലോചിച്ച് ചെയ്യുക. കച്ചവട കാര്യങ്ങളാണെങ്കിലും ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. അപ്പം അതാണ് ഈ ഒരു വർഷം ഈ തുലാരാശിക്കാരെ സംബന്ധിച്ച് നമ്മൾക്ക് പറയാനുള്ളത്. മേടത്തിൽ സൂര്യൻ സംക്രമിക്കുന്ന സമയം നല്ലതാണ്. അപ്പോൾ അവർക്ക് നിവൃത്തി സ്ഥാനമാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ നമുക്ക് വിഷുഫലം ഏറ്റവും നല്ല ഫലമാണ് നമുക്ക് തരിക. അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴാണ് നമുക്ക് വ്യാഴമൊക്കെ ഒന്ന് മാറുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷം വളരെ സൂക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ശനീശ്വരനെ നന്നായിട്ട് ഭജിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, പിന്നെ അതുപോലെ ഗണപതിക്ക് തേങ്ങ ഒക്കെ ഉടച്ച് മാസത്തിലൊരിക്കലെങ്കിലും നമ്മുടെ വിഘ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി മുന്നോട്ട് നമുക്ക് പോകണം. ധനഭാവത്തിലേക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് കർമ്മത്തെ നോക്കണം. ധനം വരുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഒരു ഷോപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ലതായിട്ട് വന്നിട്ടുണ്ടാവാം. പിന്നീട് അങ്ങോട്ട് കുറഞ്ഞു വരുമ്പോഴും അതൊന്നും നമ്മളെ ഏൽക്കാതെ നമ്മുടെ ഷോപ്പ് എന്നും നമ്മൾ തുറന്നു കൊണ്ട് തന്നെ ഇരുന്ന് അത് പ്രാർത്ഥനയും പൂജയും ഒക്കെ എടുത്ത് നന്നായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ആപത്തില്ലാതെ ഈ ഒരു വർഷം മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ തുലാരാശിക്കാരെ സംബന്ധിച്ച് ചോതി നക്ഷത്രക്കാർക്ക് വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. ഇപ്പോൾ ജോലിക്കാരാണെങ്കിലും അവർക്ക് ചെയ്തത് ഒന്നും ശരിയാവുന്നില്ല. വീണ്ടും അവരുടെ മേലധികാരികളിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് കുറയും. അപ്പോൾ അവരിലൊരു അങ്ങനെ ദേഷ്യപ്പെടേണ്ടൊക്കെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് തുലാരാശിയിൽ വിടുന്ന ചോതി നക്ഷത്രം. അപ്പോൾ അവർ ദേവീക്ഷേത്രത്തിൽ നന്നായിട്ട് പോയി പ്രാർത്ഥിക്കുക. ദേവിക്ക് പറ്റത്തക്ക വഴിപാട്, അതായത് കടുമധുര പായസമാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാട്, അത് കൊടുക്കുക. വെറ്റിലമാല ഹനുമാന് സമർപ്പിക്കുക. ശിവൻ്റെ അമ്പലത്തിൽ പോവുക. ഇതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലമായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും തുലാരാശിയിൽ പെടുന്നതാണ്. കാൽഭാഗം മാത്രമാണ് നമുക്ക് വൃശ്ചിക രാശിയിൽ പോകുന്നത്. അപ്പോൾ വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം രാശിയിൽ തുലാരാശിക്കാരെ സംബന്ധിച്ച് 7ലെ മേടസംക്രമം ഏറ്റവും ഒരു നല്ല സമയമാണ്. നിവൃത്തി സ്ഥാനത്താണ്. അപ്പം നമ്മളിപ്പോൾ ബ്ലോക്കായിട്ട് വല്ല ലോണൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനായിട്ട് ഈ ഒരു മാസം ഏറ്റവും നല്ലതാണ്. അപ്പോൾ വിഷുഫലത്തിലെ ആദ്യത്തെ നല്ല ടൈമിൽ നിങ്ങൾക്ക് അതൊക്കെ നടക്കും. ഏറ്റവും ബ്ലോക്കായി നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനും അതിനെ ശരിയാക്കാനൊക്കെ നമുക്ക് സാധിക്കും. അവിടെ ആ സൂര്യനോട് കൂടി വ്യാഴവും കൂടി നിൽക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞാൽ, ഈ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളാണ് വരുന്നത്. അപ്പോൾ അതിൽ വരുമ്പോൾ ഈ വിഷുഫലം പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഏറ്റവും നല്ലത് വന്നു, പിന്നെ എന്തുകൊണ്ട് അത് വന്നില്ല എന്നൊരു ഇത് വരുന്നുണ്ട്. ആ വ്യാഴത്തിൻ്റെയൊക്കെ ഒരു മാറ്റം ഈ ഒരു വർഷം നടക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടാവുന്ന മാറ്റമാണ് ഇതിലുണ്ടാവുന്ന ദോഷത്തെ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ഫസ്റ്റ് ചെന്ന വശയ്ക്ക് നമുക്ക് നല്ലതായിട്ട് വന്നു. ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ എടുത്തിട്ട് നമുക്ക് സാലറി കുറവ് ഉണ്ടാവാം. പക്ഷെ അതൊന്നും ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. സാലറി ഇത്തിരി കുറവാണെങ്കിലും ആ ജോലിയിൽ പിടിച്ച് നിൽക്കണം. കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ നമുക്കതിലൊരു മാറ്റം വരുന്നതാണ്. ഇപ്പോൾ ഒരു 6 മാസം ഇപ്പോൾ വ്യാഴം 2ലേക്ക് മാറിയാലും, അതായത് അഷ്ടമഭാവത്തിലേക്ക് മാറിയാലും ഒരു 6 മാസമാണ് ആ വ്യാഴത്തിന് ഇത്തിരി ദോഷങ്ങൾക്കും കാഠിന്യം കൂടുക. അത് കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിയിലേക്ക്
വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ തുലാരാശിയിൽ നിൽക്കുന്ന വിശാഖ നക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിക്കണം. അവർക്ക് ഇപ്പോൾ നല്ലൊരു സമയമാണ് ഈ വിഷു ഫലം കൊടുക്കുന്നത്. രോഗാവസ്ഥകളും കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ട്. ഞരമ്പ് സംബന്ധമായ രോഗങ്ങളോ അങ്ങനെയൊക്കെ വരാനായിട്ടൊരു സാധ്യത ഉണ്ട്. എങ്കിലും നിങ്ങൾക്ക് രാഹുവിന് ആയില്യ പൂജയൊക്കെ കൊടുക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേതു 11-ലുണ്ട്. അപ്പോൾ ഈ വൃശ്ചിക രാശിയിൽ നിൽക്കുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് കേതു 11-ലൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഇത്തിരി ലാഭസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വൃശ്ചിക രാശിയിൽ പെടുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് ഇത്തിരി കൂടി ശോഭന ഫലങ്ങളും, തുലാരാശിയിൽ പെടുന്നവർ വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണ് ഈ ഒരു വർഷം നമുക്ക് പറയാനുള്ളത്. അനിഴ നക്ഷത്രം. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ വിഷുഫലം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6-ാം ഭാവത്തിലേക്കാണ് സൂര്യൻ്റെ വരവ്. അപ്പോൾ സൂര്യൻ ആ മേടത്തിൽ 6-ാം ഭാവമാണ് വന്ന് നിൽക്കുന്നത്. അവിടെ വ്യാഴമുണ്ട്. അപ്പോൾ 6-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ഈ ഒരു വർഷം അവർക്ക് ഇത്തിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളും കഷ്ടനഷ്ടങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അവിടെ സൂര്യനും കൂടി വരുമ്പോൾ അവർക്ക് ഈ വളരെ സൂര്യൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഗവൺമെൻറ് ആയിട്ടുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാങ്കിങ് സെക്ടർ വഴിക്ക് നമ്മൾ ലോണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബാധ്യതകളോ അതൊക്കെ വരുന്നത് ഇത്തിരി കൂടുന്നൊരു സമയമാണ്. വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഒരു വർഷം നമുക്ക് അനിഴ നക്ഷത്രക്കാർക്ക് പറയാനുള്ളത്. പിന്നെ അവർക്ക് 4-ാം ഭാവത്തിൽ ആണെങ്കിൽ ശനിയാണ് നിൽക്കുന്നത്. ആ ശനിയും ചൊവ്വയും കൂടി അഗ്നിമാരുത യോഗം നടക്കുകയാണ്. അപ്പോൾ കുടുംബത്തിലും നമുക്ക് പല പ്രതിസന്ധികളും വരുന്നുണ്ട്. ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങൾ വരും. പിന്നെ കുടുംബ ദൈവങ്ങൾക്കായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വരും. അങ്ങനെ തർക്കങ്ങളിലൂടെയാണ് നമുക്ക് ഈ ഒരു വർഷം നമുക്ക് കൂടുതൽ വരുന്നത്. അപ്പോൾ അനിഴ നക്ഷത്രക്കാർ വളരെ സൂക്ഷിക്കണം. വൃശ്ചിക രാശിയാണ്, അത് പാപജന്യ രാശിയും കൂടിയാണ്. അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് അനിഴ നക്ഷത്രക്കാർ. അപ്പോൾ ഇവരിൽ ഈ 6-ൽ നിൽക്കുന്നുണ്ടെങ്കിലും മെയ് മാസം മുതൽ നമുക്ക് വ്യാഴത്തിനൊരു മാറ്റം ഈ വർഷം വരുന്നുണ്ട്. അപ്പോൾ 7-ലേക്ക് വ്യാഴം മാറുമ്പോൾ ഇത്തിരി കൂടി നല്ലൊരു സമയമാണ്. ഈ ഒരു മാസം, അതായത് മേടത്തിലെ ഈ ഒരു മാസമാണ് ഇത്തിരി ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി കൂടി നല്ല സമയം. നിവർത്തി സ്ഥാനത്ത് വ്യാഴമൊക്കെ വരും. അപ്പം വ്യാഴനെ നന്നായിട്ട് പ്രീതിപ്പെടുത്തുക. അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, മഞ്ഞപ്പട്ടിലും പിടിപ്പണൊക്കെ സമർപ്പിക്കുക. അറിഞ്ഞോ അറിയാണ്ടോ, ഇപ്പോൾ 6-ലായിരുന്നല്ലോ വ്യാഴം. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും വിഷമിപ്പിക്കുകയോ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനാണ് നമ്മൾ പിടിപ്പണം സമർപ്പിക്കുന്നത്. പിന്നെ 4-ലെ ശനിയാണ്. അപ്പോൾ ശനിയാവുമ്പോൾ 4-ൽ എപ്പോഴും ശനി നിൽക്കുമ്പോൾ നമുക്ക് അലസത ധാരാളം വർദ്ധിപ്പിക്കും. ഉറക്കം വരും. വീട്ടിൽ എപ്പോൾ നോക്കിയാലും വീടിനകത്ത് ഒരു റൂമിൽ ഇരിക്കാനായിരിക്കും ഏറ്റവും താല്പര്യം. നമുക്ക് ഉറക്കം, ക്ഷീണം, തളർച്ച അതൊക്കെ വരും. പിന്നെ ഭൂമിയുടെ സംബന്ധമായിട്ടുള്ള തർക്കങ്ങളും ധാരാളം വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഇതൊക്കെ ഉണ്ടാവും എനിക്ക് ഈ ഒരു വർഷം, അങ്ങനെയൊക്കെ ദോഷങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ കുട്ടികളാണെങ്കിലും ഇപ്പോൾ വീട്ടിലെ അമ്മമാരൊക്കെ ആണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവർക്ക് എന്തെങ്കിലും പണികളൊക്കെ എടുത്തിട്ട് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ക്ഷീണം വരും, നമ്മൾ കിടന്നു. അപ്പോൾ ഒക്കെ ഈ ശനി 4-ൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അലസത ഉണ്ടാക്കുന്നതാണ് ശനീശ്വരൻ. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ശനിയാണ് എന്നെ ഇങ്ങനെയൊക്കെ തളർത്തുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനൊക്കെ ഉണർന്ന് പ്രവർത്തിക്കാനും നമ്മുടെ കർമ്മ മേഖലയിലേക്ക് മുന്നോട്ട് വേഗം നോക്കാനും നമുക്ക് സാധിക്കണം. കർമ്മമാണ് നമുക്ക് മുഖ്യം. അതായത് നമുക്ക് അലസതയ്ക്ക് ഉണ്ടാക്കും ശനിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ശനീശ്വരനെ നമ്മൾ പോയി പിന്നിലും മുന്നിലും വിളക്ക് ധാര കൊടുക്കുക. ധാരയൊക്കെ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉണർച്ചയും വരും, ഉയർച്ചയും വരും. അപ്പോൾ അങ്ങനെ വരിക. പിന്നെ ദേവീ ക്ഷേത്രത്തിൽ പോവുക, ദേവിക്ക് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. അതല്ല ചൊവ്വയും വെള്ളിയും ദിവസങ്ങളാണെങ്കിൽ അവിടെ അത് ചെയ്യാം. മുട്ടിറക്കി പ്രാർത്ഥിക്കുന്ന ദേവീ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ മാസത്തിലൊരിക്കൽ ഒരു മുട്ടൊക്കെ ഇറക്കി നമ്മുടെ ആ ശനീശ്വരൻ നമുക്ക് വരുന്ന ആ തളർച്ചയും ക്ഷീണത്തെയും മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് മാറ്റിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് ഈ ഒരു വർഷം മുഴുവൻ ഓടി നടക്കണം. എന്നാലാണ് നമുക്കിവിടെ ആ നിവർത്തി സ്ഥാനത്ത് വരുമ്പോൾ ആ വ്യാഴത്തിൻ്റെ ഫലം നമുക്ക് കിട്ടുക. അതാണ് നമുക്ക് ഈ അനിഴ നക്ഷത്രക്കാർക്ക്, വൃശ്ചിക രാശിയിൽ പെടുന്ന അനിഴ നക്ഷത്രക്കാർക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒക്കെ ഈ അലസതയെ വളരെ ശ്രദ്ധിക്കുക. കർമ്മത്തിൽ മാത്രം നന്നായിട്ട് ഇത് കൊടുത്താൽ നമുക്ക് ഈ ഒരു വർഷം നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് വ്യാഴം നിങ്ങൾക്ക് നല്ല അനുഗ്രഹം തരുന്നൊരു വർഷം കൂടിയിട്ടാണ്. തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചും വൃശ്ചിക രാശിയിൽ പെടുന്നതാണ് തൃക്കേട്ട നക്ഷത്രം. അപ്പോൾ ഈ നക്ഷത്രത്തിൽ
മേടത്തിൻ്റെ സംക്രമം വരുന്നത് 6-ാം ഭാവത്തിലാണ്. അപ്പോൾ 6-ൽ സൂര്യനും വ്യാഴവും കൂടിയിട്ടാണ്. അപ്പോൾ സൂര്യനിപ്പോൾ പാപഗ്രഹങ്ങൾക്ക് നല്ല സമയമാണ്, അല്ല നല്ല രാശിയാണെന്ന് പറയും ഇത്. പക്ഷെ സംക്രമിക്കുന്നത് ആ മേടൻ രാശിയിൽ ഉച്ചരാശിയാണ്. അപ്പോൾ ദോഷം ഉണ്ടാവും കൂടുതലായിട്ട്. അപ്പം ടെൻഷൻ ഉണ്ടാവാം, കൂടുതൽ വ്യാഴം കൂടി നിൽക്കല്ലേ. അപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് ഭയങ്കര ടൈറ്റ്, അതായത് ബുദ്ധിമുട്ടുകൾ ധാരാളം വരുന്നൊരു സമയം കൂടി തന്നെയാണ് ഈ സംക്രമം നടക്കുന്നൊരു സമയം. പിന്നെ 4-ലാണെങ്കിൽ ശനിയുമാണ്. ആ ശനീശ്വരൻ്റെ അടുത്ത് ആണെങ്കിൽ ഇപ്പോൾ ചൊവ്വയും കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ശനിയും ചൊവ്വയും കൂടി അതിമാരുത യോഗം നടക്കുകയാണ്. അപ്പോൾ വീട്ടിലും അസ്വസ്ഥതയാണ്, നമ്മുടെ കർമ്മരംഗത്തും നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമുക്ക് പോകുമ്പോഴാണെങ്കിൽ അവിടെയും തടസ്സങ്ങളാണ്. അപ്പോൾ ഈ ഒരു മാസം, അതായത് സംക്രമിച്ച ഈ ഒരു മാസം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് വ്യാഴത്തിൻ്റെയൊക്കെ ഒരു മാറ്റം ഈ ഒരു വർഷം നമുക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ മാറ്റം വരുമ്പോൾ നമുക്കൊരു മാറ്റം അവിടെ വരുന്നുണ്ട്. തൃക്കേട്ട നക്ഷത്രക്കാർ, അപ്പോൾ ഈ നക്ഷത്രം ചൊവ്വയുടെ ക്ഷേത്രമാണ് ഈ വൃശ്ചിക രാശി. അപ്പോൾ 4-ലാവുമ്പോൾ സ്ത്രീകളൊക്കെ 4-ൽ നിൽക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാരാണെങ്കിൽ സ്ത്രീകൾ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കലഹങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അവരൊക്കെ സൂക്ഷിക്കണം. നമ്മുടെ നാവിനെ വളരെ അടക്കി അധികമൊന്നും സംസാരിക്കാതെ ഈ ഏപ്രിൽ 24-ാം തീയതി വരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പെട്ടെന്ന് പറഞ്ഞു പോയ ചെറിയൊരു കാര്യം പോലും നമുക്കത് വലിയൊരു ദോഷത്തിലെത്താനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. വാഹനാദികളൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ വളരെ സൂക്ഷിക്കുക. കുട്ടികളാണെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്താൽ അന്നേരം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് അത് നിങ്ങൾക്കൊരു നല്ല ഒരു ഇതായിട്ട് വരും. ഇപ്പോഴത്തെ ഈ ഒരു മാസം വളരെ സൂക്ഷിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വ്യാഴത്തിൻ്റെ മാറ്റം വരുമ്പോൾ നമുക്ക് 7-ൽ നിവർത്തി സ്ഥാനത്താണ് നിൽക്കുന്നത്. ശനീശ്വരൻ തരുന്ന ഈ അലസതയും മടിയൊക്കെ മാറ്റി നമുക്ക് കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അലസത ഉണ്ടാവും, നമുക്ക് ഉറക്കം വരിക, ക്ഷീണം വരിക, തളർച്ച, അതൊക്കെ ഉണ്ടാക്കും. അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് അതിനെ ഇവിടെ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് ധാര കൊടുക്കുക, രുദ്രാഭിഷേകം കൊടുക്കുകയായിരിക്കും ഇത്തിരി കൂടി നല്ലത്. എന്ന് വെച്ചാൽ നമുക്ക് മടി, അലസത, അത് നമുക്ക് ദേഹത്തിന് അസ്വസ്ഥത വരിക, ഞരമ്പ് സംബന്ധമായ രോഗം വരിക, കാല് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കുക. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തന്നെ മടി വന്ന് നമ്മളെ റൂമിലിങ്ങനെ ഉറങ്ങുക, കിടക്കുക, അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാവുക. അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോഴാണ് നമുക്ക് വ്യാഴത്തിൻ്റെ മാറ്റം വരുമ്പോൾ അതിലൂടെ ഒരു നല്ല ഒരു മാറ്റവും കൂടി ഈ ഒരു വർഷം നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ മടി, അലസതയൊക്കെ വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ അത് മനസ്സിലാക്കുക. ഞങ്ങളുടെ ശനീശ്വരനാണ് ഇതൊക്കെ നമുക്ക് തരുന്നത്. പക്ഷെ കർമ്മത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശനി ഏറ്റവും നല്ല ശോഭന ഫലവും നമുക്ക് ശനീശ്വരൻ നമുക്ക് തരും. മടി പിടിച്ചാൽ മടി പിടിച്ച പോലെ നമ്മളവിടെ കെടുത്തുകയും ചെയ്യും. വളരെ ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ശിവൻ്റെ അമ്പലത്തിൽ മുന്നിൽ വിളക്ക് ധാര കൊടുക്കുക, രുദ്രാഭിഷേകം ചെയ്യുക. ദേവീക്ഷേത്രത്തിൽ വ്യാഴം മാറുന്നത് ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്ക് ആവുന്നത് കൊണ്ട് ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ദേവിക്ക് കടുമധുര പായസം കൊടുക്കാം, മാസത്തിൽ 1 പ്രാവശ്യം. ഇതൊക്കെ ചെയ്ത് കൊണ്ടുകഴിഞ്ഞാൽ ഈ വിഷുഫലം നമുക്ക് തരുന്നത് ഈ ഒരു വർഷം മുഴുവൻ നല്ലൊരു സമയമാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മൂലനക്ഷത്രം ധനുക്കൂറുകാരിലെ മൂലനക്ഷത്രക്കാർക്ക് ഈ വിഷു, അതായത് മേടസംക്രമം വരുന്നത് 5-ാം ഭാവത്തിലാണ് സൂര്യൻ്റെ സംക്രമം. അപ്പോൾ 5-ാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും കൂടി നിൽക്കുകയാണ്. അപ്പോൾ അത് ഏറ്റവും നല്ല ഭാവമാണ് അവിടെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉപാസന മൂർത്തികളൊക്കെ ഏറ്റവും നല്ല ഭാവത്തിൽ വരുന്നൊരു സമയമാണ് മേടമാസം. എന്നുവെച്ചാൽ സൂര്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗകാരകനാണല്ലോ. അപ്പോൾ ആ സൂര്യൻ എപ്പോഴും നിങ്ങൾക്ക് ഒരു നല്ല ആചാര്യനെ മുന്നിൽ കൊണ്ടുവരും. അപ്പോൾ അവിടെ ആ സൂര്യനോട് കൂടി വ്യാഴവും ഉണ്ട്. അപ്പോൾ ഉത്തമനായിട്ടുള്ള ഒരു ആചാര്യ സ്ഥാനത്തുള്ള ഒരാൾക്കാരുമായിട്ടൊരു കോണ്ടാക്റ്റ് കിട്ടാനും അവരുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കുന്നൊരു സമയമാണ് ഈ മേടത്തിലെ ഈ ഒരു മാസം. അപ്പോൾ ഈ സംക്രമിക്കുന്ന ഈ ഒരു മാസം മൂലനക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വ്യാഴത്തിൻ്റെ മാറ്റമൊക്കെ വരുമ്പോഴാണ് ആ വ്യാഴം 6-ലേക്കാണ് മാറുന്നത്. 6-ാം ഭാവത്തിൽ ലഗ്നാധിപനായ വ്യാഴം 4-ാം ഭാവാധിപതിയായിട്ടുള്ള വ്യാഴം 6-ലേക്ക് പോകുന്നു. 6-ലെ വ്യാഴത്തിന് അത്ര നല്ല ഒരു ഫലമല്ല കൊടുക്കുക. അപ്പോൾ ഈ വിഷു സംക്രമത്തിൽ നമുക്ക് ഈ ആദ്യത്തെ ഈ വിഷുവിൻ്റെ മാസം തുടങ്ങി, അതായത് മേടമാസം വളരെ നല്ലൊരു മാസമാണ്.
നിങ്ങൾക്ക് പുതിയ ആചാര്യനെ കിട്ടും, മന്ത്രോപദേശങ്ങൾ കിട്ടാനും നമുക്ക് പുതിയ പുതിയ മേഖലകളെ കണ്ട് എത്താനും ഒക്കെ നമുക്ക് പറ്റും. അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു നല്ലതിനെ നമ്മൾ മുറുക്കി പിടിച്ചുകൊണ്ട് ഈ ഒരു വർഷം മുഴുവൻ നടക്കണം എന്നാണ് പറയുക. എന്ന് വെച്ചാൽ നമുക്ക് 3-ൽ ശനിയുണ്ട്. 3-ൽ ശനി എന്താണെന്ന് വെച്ചാൽ മുടി വെച്ച് വാഴും എന്നാണ് പറയുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ധൈര്യം, തൻ്റെ ഇടം അതൊക്കെ കിട്ടുന്ന ഒരു ഭാവമാണ് 3-ലെ ശനി. അപ്പോൾ ആ 3-ൽ ശനിയുണ്ട്. ഇപ്പോൾ അഗ്നിമാരുത യോഗം നടക്കുകയാണെങ്കിലും അത് ഏപ്രിൽ 24-ാം തീയതിക്ക് ശേഷം അത് മാറും. പിന്നെ നമുക്ക് സൂര്യൻ നമുക്ക് 5-ാം ഭാവത്തിൽ ആ സംക്രമിക്കുന്ന സമയത്ത് നമുക്കൊരു നല്ല ആചാര്യന് ഉപദേശം തരുന്ന ഒരു ആചാര്യന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ രണ്ടും കൂടി നമ്മൾ കൈപിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. വ്യാഴത്തിൻ്റെ മാറ്റം വന്നാലും, അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നാലും നമുക്ക് ദോഷം അധികം വരുത്താതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എന്നുവെച്ചാൽ ശനി 3-ലുണ്ട്. ആ സൂര്യൻ്റെ സംക്രമിക്കുന്ന സമയം നമുക്ക് അനുകൂല സമയമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ച് ശനിയുടെ ആ ശക്തി, ആ 3-ലെ ശനിയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ധനഭാവമാണെങ്കിലും നിങ്ങൾക്ക് കിട്ടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3-ൽ ശനിയുണ്ട്. 3-ൽ ശനി മനസ്സിന് ധൈര്യം കൊടുത്താൽ ഏത് കർമ്മവും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ശനി എപ്പോഴും കർമാധിപനാണ്, ന്യായത്തിൻ്റെ അധിപതിയും കൂടിയിട്ടാണ്. അപ്പോൾ കേസ് സംബന്ധമായിട്ട് കാര്യങ്ങളൊക്കെ വന്നാലും നമ്മൾ അതിൽ നിന്നൊക്കെ മുന്നേറി പോകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ന്യായമാണ്. നമുക്ക് എന്തൊരു കേസും കോടതിയൊക്കെ ആണെങ്കിൽ ആ ന്യായത്തിൻ്റെ ഭാഗത്ത് പോയി നിൽക്കാനും അത് നമ്മളിലേക്ക് നല്ലത് വരുത്താനൊക്കെ നമുക്ക് സാധിക്കുന്നൊരു സമയമാണ്. അപ്പം മൂലനക്ഷത്രക്കാർ വളരെ സൂക്ഷിച്ച്, അതായത് കുട്ടികളാണെങ്കിലും ഒരു എക്സാമൊക്കെ എഴുതാൻ പോകുമ്പോൾ ഒന്നും പഠിക്കണം, പഠിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞാലും പഠിച്ചില്ലെങ്കിലും എഴുതി പോകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എഴുതാൻ നമുക്ക് സാധിക്കും. അത് ശനിയുടെ ആ മനോബലമാണ് നമുക്ക് കൂടുതൽ തരുന്നത്. ശനി ഇവിടെ 3-ൽ നിൽക്കുമ്പോൾ ഭയങ്കര മനോബലമാണ് നമുക്ക് തരിക, ഭയങ്കര കോൺഫിഡൻറ്റ്. അപ്പോൾ അതിനെ എന്നെ നന്നായിട്ട് മുറുക്കി പിടിച്ച് നമുക്ക് 6-ലേക്ക് വ്യാഴം വന്നാലും ഒരു ദോഷവും എനിക്ക് വരില്ല, ഞാൻ എൻ്റെ കർമ്മത്തെ മാത്രം നന്നായി ശ്രദ്ധിക്കും എന്ന് ചിന്തിക്കണം. കർമ്മം ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനീശ്വരൻ എപ്പോഴും കർമ്മത്തെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ 3-ലെ ശനി മനോബലം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇപ്പോൾ വിദേശത്തേക്ക് പോയാൽ അവിടെ കുറച്ച് കഷ്ടനഷ്ടങ്ങളൊക്കെ നമുക്ക് വരുത്തും. നമുക്ക് ബിസിനസ്സൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കുറച്ച് ലോസ് ആവും. അതിൽ നിങ്ങൾ ടെൻഷൻ ആവരുത്. ഒരിക്കലും ടെൻഷനില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ കഷ്ടനഷ്ടങ്ങളൊക്കെ മാറ്റി നമുക്ക് ശനി നമുക്ക് മുന്നോട്ട് വരാനായിട്ട് ഒരു മനോബലം കൊടുക്കും. നമ്മുടെ മനസ്സ് തളരാതെ നോക്കുക, അതാണ് ശനീശ്വരൻ ചെയ്യുന്നത്. മനസ്സ് തളർത്താതെ നിങ്ങൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കുറഞ്ഞാലും നമുക്കത് നേടിയെടുക്കാം എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇതിലിപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ എന്തിനും എല്ലാവർക്കും മനോബലമാണ് ഏറ്റവും ആവശ്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് കയറുകയാണെങ്കിൽ മൂലനക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയം ഈ ഒരു വിഷുഫലം കിട്ടുന്നതാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനോബലം കൊടുക്കുന്ന ശനീശ്വരനെ നമ്മൾ പോവുക, ശിവൻ്റെ അമ്പലത്തിൽ പോവുക. കുടുംബക്ഷേത്രവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഈ ശനി ശാക്തേയമായിട്ടുള്ള പൂജകളൊക്കെ നടക്കുന്ന കുടുംബക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോവുക. മാസത്തിലൊരിക്കൽ നമ്മുടെ ഒരു പൂജയൊക്കെ കൊടുക്കുക, മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ ഈ ധനു ലഗ്നത്തിലെ മൂലനക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ്. എന്നുവെച്ചാൽ കുടുംബക്ഷേത്രത്തിൽ കാരണന്മാർ നമുക്ക് മുന്നോട്ട് വരുത്താനായിട്ടൊരു വഴി നമുക്കിവിടെ സാധിക്കും. അങ്ങനെയാണ് മൂലനക്ഷത്രക്കാർക്ക് ഈ ഒരു വിഷുഫലം നമ്മൾ പറയുന്നത്. പൂരാട നക്ഷത്രക്കാരും ഈ ധനുക്കൂറിൽ പെടുന്നവരാണ്. അപ്പോൾ ധനു രാശിയിലെ 5-ാം ഭാവത്തിലേക്കാണ് സൂര്യൻ്റെ സംക്രമം നടത്തുന്നത്. അപ്പം 5-ൽ സൂര്യൻ നല്ലതാണ്. ഒരു ഉപദേശ സ്ഥാനത്ത്, ഒരു ആചാര്യ സ്ഥാനത്തേക്കും വരുന്ന ഒരു നല്ല ഒരാളെ കിട്ടാനും അവരുടെ ഉപദേശപ്രകാരം നമുക്ക് മുന്നോട്ട് പോകാനും ഈ ഒരു മാസം നമുക്ക് കിട്ടും. അതായത് അവിടെ വ്യാഴവും കൂടിയുണ്ട്. അപ്പോൾ സൂര്യനും വ്യാഴവും ഏറ്റവും നല്ലൊരു ഭാവമാണ്. പിന്നെ 3-ലെ ശനിയുണ്ട്. 3-ലെ ശനി എപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് മനോബലം കൊടുക്കുന്ന ഒരാളാണ് 3-ലെ ശനി. അപ്പോൾ ഈ ഒരു വർഷം, അപ്പോൾ അത് ഈ വിഷുഫലത്തിൽ ഈ ഒരു വർഷം നമുക്ക് വ്യാഴത്തിൻ്റെ മാറ്റമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റം വരുമ്പോൾ നമുക്ക് 6-ലേക്കാവും വ്യാഴം മാറുക. അപ്പോൾ ആ വ്യാഴമാറ്റം നമുക്ക് സാമ്പത്തികമായി കുറച്ച് കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും അതിനൊക്കെ മറികടക്കാൻ എനിക്ക് പറ്റുമെന്ന് പറയാനായിട്ട് ശനി 3-ൽ നിൽക്കുന്നത്. അപ്പോൾ ആ ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. മനോബലമാണ് നമുക്ക് ഏറ്റവും ആവശ്യം. അപ്പോൾ ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പൂരാട നക്ഷത്രക്കാർക്കും ഏറ്റവും നല്ല സമയമാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.
സാമ്പത്തികമായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 6-ാം ഭാവത്തിലേക്കൊക്കെ വ്യാഴം വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുക. കുട്ടികളാണെങ്കിൽ വിദേശ പഠനത്തിനൊക്കെ പോകുമ്പോൾ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ പറയില്ലേ ഇങ്ങനെ 5 ലക്ഷം കെട്ടിവെക്കണം എന്നൊക്കെ പറയുന്നവരാണെങ്കിൽ വളരെ സൂക്ഷിക്കുക. അതൊക്കെ സൂക്ഷിച്ച് നമ്മൾ ഒന്നും കൂടിയൊക്കെ അന്വേഷിച്ച് ഒന്ന് ഇരുന്ന് 2-3 ആൾക്കാരോടൊക്കെ ഒന്ന് ചോദിച്ച് എന്നിട്ടൊക്കെ മുന്നോട്ട് പോവുക. അതിനാണ് നമ്മൾ ശനിയെ നന്നായി കൂട്ടിപ്പിടിക്കുന്നത്. ശനി 3-ൽ നിൽക്കുന്ന ആ ശനീശ്വരനെ, അത് കുംഭത്തിലെ ശനിയാണ്, അത് സ്വന്തം വീട്ടിൽ ബലവാനായി നിൽക്കുന്ന ശനീശ്വരനാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ എടുത്ത് ചാടി ചെയ്യാതെ വളരെ സൂക്ഷിച്ച് 1 ദിവസം 2 ദിവസം കൂടി ചിന്തിച്ച് വീട്ടുകാരൊക്കെ ആയിട്ടൊന്ന് ചർച്ച ചെയ്തിട്ട് നോക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഒരു നല്ല സമയമാക്കി മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. മാറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യാഴമാറ്റത്തിലൊക്കെ പൈസ പോകുമ്പോൾ നമ്മൾ മനസ്സ് ടെൻഷൻ ആവാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് മാറ്റിയെടുക്കണം. അത് നിങ്ങൾ വളരെ സൂക്ഷിക്കുകയാണെങ്കിൽ പോരാട നക്ഷത്രക്കാർക്കും ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലങ്ങളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഉത്രാടത്തിൻ്റെ കാൽഭാഗം. ഉത്രാടത്തിൻ്റെ കാൽഭാഗവും ധനുവിൽ നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഉത്രാടത്തിൻ്റെ 1/4 ഭാഗം മകരക്കൂറുകാരുമാണ്. അപ്പോൾ ഉത്രാടത്തിൻ്റെ കാൽഭാഗത്തിൽ ധനുവിൽ നിൽക്കുന്നവർക്ക് ഈ സൂര്യൻ 5-ലും 5-ാം ഭാവത്തിലും, മകരക്കൂറുകാർക്ക് 4-ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ 4-ാം ഭാവത്തിൽ സൂര്യൻ വലിയ ദോഷത്തെയൊന്നും ചെയ്യുന്നില്ല. അവിടെ വ്യാഴമുണ്ട്, നമുക്ക് വലിയ ദോഷമൊന്നും തരുന്നില്ല. 5-ലെ സൂര്യനാണെങ്കിൽ ധനുക്കൂറിൽ നിൽക്കുന്ന സൂര്യൻ ഏറ്റവും നല്ല ഫലമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആചാര്യസ്ഥാനത്തേക്ക് ഒരാളെ കിട്ടാനും നമുക്ക് ഉപദേശങ്ങൾ തരാനും നമുക്ക് മുന്നോട്ട് ഒരു നേർരേഖ കാട്ടിത്തരാനും ഈ വിഷുഫലം നമുക്ക് ആദ്യം ഒരു ആചാര്യനെ തരും. പിന്നെ നമുക്ക് ഈ 10-ാം ഭാവത്തിലെ കുറേ കഷ്ടനഷ്ടങ്ങളൊക്കെ വരും ഈ ഒരു വർഷം നമുക്ക് വ്യാഴത്തിൻ്റെ മാറ്റം വരുമ്പോൾ. അപ്പോൾ അതിനൊക്കെ മനോബലം നന്നായി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശനീശ്വരൻ നമുക്ക് ഇവിടെ ശക്തി കൊടുക്കുന്നുണ്ട്. 3-ലെ ശനി എപ്പോഴും നമുക്ക് നല്ലൊരു പവർ കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് 3-ലെ ശനി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ദോഷങ്ങൾ വന്നാലും നിങ്ങൾക്കതിന് മുന്നേറാൻ പറ്റും. ഈ ഒരു വർഷം നിങ്ങൾക്ക് മുന്നേറി പോകാനായിട്ട് ധനുരാശിയിൽപ്പെടുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് പറ്റും. പക്ഷെ അത് നിങ്ങൾ മുൻകണ്ട് അറിഞ്ഞിരിക്കണം. ഇതാണ് നമുക്ക് എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും നമ്മുടെ ശനിയെ നന്നായി കൂട്ടുപിടിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ശനീശ്വരൻ ന്യായത്തിൻ്റെ അധിപതിയാണ്, കർമ്മത്തിൻ്റെ അധിപതിയാണ്. അപ്പോൾ കർമ്മമാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു കാര്യം. അപ്പോൾ കർമ്മത്തിൽ വളരെ ശ്രദ്ധിച്ച് ഇപ്പോൾ ഈ 6-ാം ഭാവത്തിൽ വ്യാഴം മാറുമ്പോൾ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഇന്ന് ചെയ്യേണ്ട കാര്യം 4 ദിവസം കഴിഞ്ഞിട്ടാവാം, 1 മാസം കഴിഞ്ഞിട്ടാവാം നടക്കുക. കഴിഞ്ഞാലും ക്ഷമയോടുകൂടി നമ്മൾ നോക്കി ഇരിക്കണം. അത് എന്നാലാണ് മനോബലം കൊടുത്തുകൊണ്ട് ശനി മുന്നേറി വരാനായിട്ട് നമുക്ക് സാധിക്കാം. അങ്ങനെയാണ് ഈ ധനുക്കൂറുകാർക്ക്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ഉത്രാട നക്ഷത്രക്കാർക്ക് ഇത് 4-ലേക്കാണ് വിഷു സംക്രമം ചെയ്തു വരുന്നത്. അപ്പം 4-ലെ സൂര്യനും വ്യാഴവും കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വീട്ടിലേക്ക് നല്ലൊരു ഭാവത്തിലേക്കാണ് വരുന്നത്. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ, വാഹനാദികൾ മേടിക്കാനും ഒക്കെ നമുക്ക് ഈ മേടമാസം ഏറ്റവും നല്ല സമയമാണ്. പിന്നെ അതേപോലെ തന്നെ ഈ വ്യാഴം നിങ്ങൾക്ക് മാറ്റം ഏറ്റവും നല്ലൊരു സമയമാണ്. 5-ാം ഭാവത്തിലേക്ക് വരുന്നു. അതും ഒരു ആചാര്യഭാവത്തിലേക്കാണ് വരുന്നത്. 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപാസനാ സ്ഥാനം കൂടിയിട്ടാണ്. അപ്പോൾ ഉപാസനയൊക്കെ ഉള്ളവരാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥനയും പിന്നെ പുതിയൊരു ആചാര്യനെ കാണാനും അവരായിട്ടൊരു സമ്പർക്കം പുലർത്താനൊക്കെ ഈ ഒരു വർഷം നമുക്ക് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് കണ്ടകശനിയുടെ കാലഘട്ടമാണ്. 2-ലെ ശനിയാണ്. 2-ാം ഭാവത്തിൽ ശനിയും ചൊവ്വയും കൂടി നിൽക്കുകയാണ്. അഗ്നിമാരുത യോഗം നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ ഈ മേടമാസം ഏപ്രിൽ 24-ാം തീയതി വരയ്ക്ക് നിങ്ങൾ വാക്കുകളൊക്കെ വളരെ സൂക്ഷിക്കുക. വളരെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത്രയധികം ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞാൽ മെയ് 1-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് നല്ലൊരു ഫലത്തിലേക്കാണ് മകരരാശിക്കാർക്ക് പോവുക. ഇപ്പോൾ 2-ല് ശനി നിൽക്കുന്നുണ്ടെങ്കിലും കർമ്മത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നുവെച്ചാൽ 2-ാം ഭാവം നിധി കോശം ധനമാണ് നമ്മുടെ. അപ്പോൾ കയ്യിലെ ധനം പെട്ടെന്നായിരിക്കും ആരെങ്കിലും ചോദിച്ചെടുത്ത് കൊടുക്കാം. പക്ഷെ അതൊന്നും എടുത്താലും നമുക്ക് ഈ 5-ലേക്ക് വ്യാഴം വരുമ്പോൾ അതൊക്കെ ഇത് തിരിച്ചു കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈ ഉത്രാട നക്ഷത്രം മകരക്കൂറുകാർ 5-ാം ഭാവത്തിൽ ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത്. അപ്പോൾ ദേവീ ക്ഷേത്രത്തിൽ പോയി പറ്റത്തക്ക വഴിപാടുകൾ നന്നായിട്ട് ചെയ്യുക. ദുർഗാദേവി ക്ഷേത്രത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ചുവന്ന പൂക്കൾക്ക് ചെത്തിപ്പൂ കൊണ്ടൊക്കെ നാര് കളഞ്ഞിട്ട് ജയദുർഗ മന്ത്രം കൊണ്ടൊക്കെ കർമ്മം ചെയ്താൽ മകര രാശിക്കാർക്ക് ഈ 7-ര ശനിയുടെ കാലഘട്ടത്തിലും നല്ലൊരു ഫലം കിട്ടാനായിട്ട് സാധ്യതയുണ്ട്.
പിന്നെ ഈ വ്യാഴത്തിന് മാറ്റം വരുന്നത് വരയ്ക്ക് നമ്മൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക, മഞ്ഞപ്പട്ടിലൊരു പിടിപ്പണം കൊടുത്ത് നമസ്കരിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ ഗണപതിക്ക് ഒരു മാസത്തിലൊരിക്കൽ ഗണപതി ഹോമവും ചെയ്തു കഴിഞ്ഞാൽ ഉത്രാട നക്ഷത്രം മകരക്കൂറുകാർക്ക് ഏറ്റവും നല്ലൊരു സമയമായിട്ട് നമുക്ക് ഈ ഒരു വർഷം കൊണ്ടുപോകാനായിട്ട്, ഈ കന്നിക്കൂറുകാരിലെ കാലും മകരക്കൂറിലെ മുക്കാൽ ഭാഗക്കാർക്ക് ഏറ്റവും നല്ല സമയമായിട്ട് പോകാനായിട്ട് സാധിക്കും. തിരുവോണ നക്ഷത്രക്കാർ മകരക്കൂറുകാരാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് വിഷുഫലം 4ലേക്കാണ് വ്യാഴം, 4ലേക്കാണ് സൂര്യൻ്റെ സംക്രമം നടക്കുന്നത്. അപ്പം 4ാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും കൂടി നിൽക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ശോഭന ഫലമാണ് ഈ മകരക്കൂറുകാർക്ക് വരുന്നത്. പക്ഷേ 2 അവർക്ക് 7 ശനിയുടെ കാലഘട്ടമാണ്, 2 ശനിയുണ്ട്. അവിടെ ഇപ്പോൾ അഗ്നിമാരുത യോഗം നടക്കുന്നുണ്ട്. എങ്കിലും അവരുടെ വാക്കുകളൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഈ ഏപ്രിൽ 24 വരയ്ക്ക് വളരെ സൂക്ഷിക്കുക. അതുപോലെ നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കുക. നമ്മുടെ നിധി, നമുക്ക് ആർക്കെങ്കിലും കടം ഇടപാടുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. പിന്നെ അവർക്ക് 5ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെയൊക്കെ ഒരു മാറ്റം ഈ ഒരു വർഷം വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി കൂടി നല്ലൊരു ആചാര്യസ്ഥാനത്തേക്കാണ് വ്യാഴം വരിക. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നടക്കാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ വിഷുവിൻ്റെ സംക്രമ ഭാവത്തിൽ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും വിദേശത്തേക്ക് പോകാനൊക്കെ ആയിട്ട് ഏറ്റവും നല്ലൊരു വർഷമാണിത്. അവിടെ പോയാലും നമുക്ക് നല്ലൊരു ഫലമാണ് ഈ ഒരു വർഷം നമുക്ക് കിട്ടുക. അപ്പോൾ അവിടെ പോകാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചും. മകരക്കൂറിൽ പെടുന്ന ഈ തിരുവോണ നക്ഷത്രക്കാർ പിന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിലൊക്കെ നന്നായി പോവുക, മഞ്ഞപ്പട്ടിൽ പിടിപ്പണം സമർപ്പിക്കുക, ദേവിക്ക് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക, ഹനുമാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വെറ്റിലമാല സമർപ്പിക്കുക. ഇതാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ ഒരു വിഷുഫലത്തിൽ നമ്മൾ പറയാനുള്ളത്. അവിട്ട നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗമാണ് മകരക്കൂറിലും പകുതി ഭാഗം കുംഭക്കൂറിലുമാണ്. അപ്പോൾ ഈ അവിട്ട നക്ഷത്രത്തിൻ്റെ ഈ മകരക്കൂറിൽ പെടുന്നവർക്ക് വിഷു സംക്രമം നല്ല ഫലങ്ങളാണ് നമുക്ക് കൊടുക്കുന്നത്. മേടത്തിലാണ് സൂര്യൻ, അവിടെ വ്യാഴവും കൂടിയുള്ളത് കൊണ്ട് ഏറ്റവും നല്ല ഫലങ്ങളാണ് നമുക്ക് കൊടുക്കുന്നത്. അവിടെ ഈ വർഷം തന്നെ വ്യാഴമാറ്റവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഇവർക്ക് ഏറ്റവും മകരക്കൂറിൽ പെടുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം, വിഷു സംക്രമം വരുന്നത്. പിന്നെ എന്ന് വെച്ചാൽ 2 അവർക്ക് 2ാം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ശനി എപ്പോഴും അവിടെ അഗ്നിമാരുത യോഗം ഇപ്പം നടക്കുന്നുണ്ട്. അത് ഈ 24 വരെ, ഏപ്രിൽ 24 ശേഷം അത് മാറി വരുന്നത് വരെ നമുക്ക് വാക്കുകളൊക്കെ സൂക്ഷിക്കുക. പിന്നെ ഇൻ്റർവ്യൂ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എടുത്തടിച്ചോണം നമ്മൾ സംസാരിക്കാതെ വളരെ സൂക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷത്തിൽ നമുക്ക് ഏറ്റവും നല്ല ഫലങ്ങളായിട്ട് കിട്ടും. വ്യാഴത്തിൻ്റെ മാറ്റമൊക്കെ ഈ മകരക്കൂറുകാരായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഫലമാണ്. ഇനി കുംഭക്കൂറിൽ പെടുന്ന അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് 3ാം ഭാവത്തിലാണ് സൂര്യൻ വരുന്നത്, സംക്രമഭാവം വരുന്നത്. അപ്പം 3 വ്യാഴവും സൂര്യനും വരുന്നത് അത്ര നല്ല ഫലമല്ല നമുക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുംഭത്തിലാണ് ശനി നിൽക്കുന്നത്, അവിടെ തന്നെയാണ് അഗ്നിമാരുത യോഗം നടക്കുന്നത്. അപ്പോൾ രോഗസംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ദേഹത്തിന് അസ്വസ്ഥതകളൊക്കെ ധാരാളം ഉണ്ടാക്കും. അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ വ്യാഴാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാറ്റവും വരുന്നുണ്ട്. ഈ ഒരു വർഷം വ്യാഴം 4ലേക്ക് വരുന്നുണ്ട്. വ്യാഴം 4ലേക്ക് വരുന്നത് ഇത്തിരി കൂടി നല്ലൊരു സമയമാണ്. പക്ഷേ ഈ ശനി നമ്മുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് അവിട്ട നക്ഷത്രത്തിൻ്റെ കുംഭക്കൂറിൽ നിൽക്കുന്ന ഭാഗം, അതിൻ്റെ പകുതി ഭാഗത്തിൻ്റെ നക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിക്കുക. ദേവീ ക്ഷേത്രത്തിൽ പോവുക, കടുമധുര പായസം കൊടുക്കുക, ദേവിക്ക് ചെത്തിപ്പൂ കൊണ്ട് മാല സമർപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക, വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം കൊടുക്കുക. ശിവൻ്റെ അമ്പലത്തിൽ പോകണം. എന്താ വെച്ചാൽ ലഗ്നത്തിൽ തന്നെയാണ് ഇവിടെ ശനീശ്വരൻ നിൽക്കുന്നത്. ശിവന് പിന്നിലും മുന്നിൽ വിളക്ക്, ധാര, രുദ്രാഭിഷേകം കൊടുക്കുക. രോഗാവസ്ഥയൊക്കെ ഉള്ളവരാണെങ്കിൽ രുദ്രാഭിഷേകം കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ചതയ നക്ഷത്രക്കാർ കുംഭക്കൂറിൽ പെടുന്ന നക്ഷത്രമാണ്. ഇവരെ സംബന്ധിച്ച് വിഷു സംക്രമം നടക്കുന്നത് 3ാം ഭാവത്തിലാണ് നമുക്ക് നടക്കുന്നത്. 3 സൂര്യസംക്രമം നടക്കുന്നത് അത്ര ശോഭനമായൊരു ഫലമല്ല നമുക്ക് കിട്ടുന്നത്. പിന്നെ അവിടെ തന്നെയാണ് ഇവിടെ ശനീശ്വരൻ നമുക്ക് നിൽക്കുന്നത്. ഈ ഒരു വർഷം മുഴുവൻ കാലവും നമുക്ക് ശനി അവിടെ ഉണ്ട്.
കുറച്ച് ബുദ്ധിമുട്ടുകളോട് കൂടി തന്നെയാണ് നിൽക്കുന്നത് എങ്കിലും വ്യാഴത്തിൻ്റെ ഒരു മാറ്റം വരുന്നത് നമുക്ക് ഇത്തിരി നല്ലതാണ്. വ്യാഴം 4-ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട്. 4-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നത് ഏറ്റവും നല്ലൊരു സമയമാണ്. അതും ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും ശുക്രൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴം വരുമ്പോൾ അത്ര ശോഭന ഫലം അല്ലെങ്കിൽ അത് 4-ാം ഭാവമായതുകൊണ്ട് ഇത്തിരി നല്ലതാണ്. അപ്പോൾ ദേവീക്ഷേത്രത്തിൽ പോവുക, ദേവിക്ക് ചെത്തിപ്പൂ കൊണ്ട് മാല കൊടുക്കുക. ചെത്തിപ്പൂ കൊണ്ട് മാല കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും ഒരു ബിസിനസ്സോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ദേവീക്ഷേത്രത്തിൽ പോയി പറ്റത്തക്ക വഴിപാട് ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ടായിട്ട് പോകാനായിട്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആ കുംഭത്തിൽ തന്നെയാണ് ശനി നിൽക്കുന്നത് കൊണ്ട് ശിവൻ്റെ അമ്പലത്തിൽ പോവുക, പിന്നിലും മുന്നിൽ വിളക്ക് കൊടുക്കുക, ധാര കൊടുക്കുക. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ വരുന്ന 2-ാം ഭാവത്തിൽ ഇവിടെ രാഹു ഉണ്ട്. ആ 2-ലെ രാഹു എപ്പോഴും നമുക്ക് കാലിൽ അങ്ങനെയൊക്കെ ഞരമ്പിലൊക്കെ രോഗങ്ങളെ വരുത്തുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് രുദ്രാഭിഷേകമൊക്കെ കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു സമയം ഏറ്റവും ഒരു നല്ല സമയമായിട്ട് ഈ 4-ലേക്കൊക്കെ വ്യാഴം മാറുമ്പോൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കുംഭൻ രാശിയിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ് പൂരോരുട്ടാതി നക്ഷത്രം. അതിൻ്റെ 3 പാദവും ഈ കുംഭത്തിലാണ് നിൽക്കുക, 1/4 പാദം മീനത്തിലുമാണ് നിൽക്കുക. അപ്പോൾ പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ലഗ്നത്തിൽ തന്നെയാണ്, അതായത് 3 പാദവും കൂടി നിൽക്കുന്ന കുംഭത്തിലുള്ളവർക്ക് ലഗ്നത്തിൽ തന്നെയാണ് ശനിയും. ഈ വിഷു സംക്രമം 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ 3-ല് നമുക്ക്, അതായത് 3-ാം ഭാവത്തിൽ മേടത്തിൽ സൂര്യൻ നിൽക്കുന്നു. അത് അവർക്ക് 3-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് അത്ര നല്ല ഫലമല്ല, ടെൻഷനൊക്കെ കൂടുന്നൊരു സമയമാണ്. പിന്നെ വ്യാഴം 3-ൽ നിൽക്കുന്നത് തന്നെ സാമ്പത്തികമായിട്ടുള്ള കുറേ കഷ്ടനഷ്ടങ്ങളൊക്കെ നടന്ന് ഇരിക്കുന്നൊരു സമയം കൂടിയാണ് ആയിരുന്നു. ഈ ഒരു വർഷത്തിൽ വ്യാഴത്തിൻ്റെ മാറ്റം വരുമ്പോൾ അവർക്ക് ഇത്തിരി നല്ല സമയത്തിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ശനിയുണ്ട്, ശനി മാറുന്നില്ലല്ലോ. അപ്പോൾ ആ ശനീശ്വരനെ നമ്മൾ പറ്റത്തക്ക വഴിപാടുകൾ കൊടുക്കണം. പിന്നിൽ മുന്നിൽ വിളക്ക് കൊടുക്കുക, ശിവൻ്റെ അമ്പലത്തിൽ, അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ട് എള്ളുതിരി സമർപ്പിക്കുക. ഇതൊക്കെ സമർപ്പിക്കുമ്പോൾ അവർക്ക് നമ്മുടെ ശരീര സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ടെൻഷനൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ സാമ്പത്തിക ഭാവങ്ങളിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നുണ്ട്. അപ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള വല്ല ഇടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സാമ്പത്തിക ഭാവത്തിന് ഇത്തിരി നല്ലൊരു സമയമായിട്ട് നമുക്ക് വരുന്നുണ്ട്. പിന്നെ അവിടെ കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒക്കെ നമ്മൾ പുതിയൊരു മേഖലയിലേക്ക് പോകുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയാനായിട്ട്, ഇവിടെ 2-ാം ഭാവത്തിൽ രാഹുവുണ്ട്, ലഗ്നത്തിൽ ശനിയുണ്ട്. ഇപ്പോൾ 3-ലേക്ക് സംക്രമം നടക്കുന്നൊരു സമയവും നമുക്ക് അനുയോജ്യമല്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് നാളുകൾക്ക് വ്യാഴത്തിൻ്റെയൊക്കെ മാറ്റം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പുതിയൊരു സംരംഭങ്ങളിലേക്കും പുതിയൊരു മേഖലയിലേക്കും കടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓരോരുത്തർ നക്ഷത്രത്തിൻ്റെ കുംഭക്കൂറിലുള്ളവർക്ക് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം. അതേപോലെ തന്നെ ഈ മീനക്കൂറിൽ അതിൻ്റെ കാൽഭാഗം വന്ന് നിൽക്കുന്നുണ്ട്. ആ കാൽഭാഗത്തിൽ പെടുന്നവർക്ക് സംക്രമിക്കുന്ന സമയം 2-ാം ഭാവത്തിലാണ്. 2-ൽ സൂര്യൻ നിൽക്കുമ്പോൾ വാക്കുകളെ ശ്രദ്ധിക്കുക. നിധി, കോശം, വാക്ക്, അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. വാക്കുകൾ പെട്ടെന്ന് രൂക്ഷമായിട്ട് നമ്മൾ സംസാരിക്കും. പിന്നെ നമ്മൾ ഗവൺമെൻറ്റുമായിട്ടുള്ള എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബാങ്കിങ് മേഖലയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വളരെ ദോഷത്തെ ചെയ്യാനായിട്ട് ആണ് ഈ നിൽക്കുക ഈ സമയം. അപ്പോൾ അത് കഴിഞ്ഞ് വ്യാഴമാണെങ്കിൽ 2-ൽ നിന്നിട്ട് ഇപ്പോൾ വ്യാഴം മാറും. ഈ ഒരു വർഷം തന്നെ വ്യാഴവും മാറുന്നുണ്ട്. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഈ മീനത്തിൽ പെടുന്ന പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം മീനത്തിൽ നിൽക്കുന്ന പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് പിന്നെ 7-ര ശനിയാണ്, 12-ലാണ് ശനീശ്വരൻ നിൽക്കുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ അവർ ഈ ഒരു വർഷം വളരെ ശ്രദ്ധിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, പാൽപ്പായസം കൊടുക്കുക, താമരമാല സമർപ്പിക്കുക. പിന്നെ ശിവനമ്പലത്തിൽ രുദ്രാഭിഷേകം തന്നെ കൊടുക്കണം. 12-ലെ ശനിയാണ്. അപ്പം നമ്മൾ എന്തൊരു കാര്യം നോക്കുമ്പോഴും അത് പെട്ടെന്ന് അങ്ങോട്ട് നടക്കാത്തൊരവസ്ഥ വരുന്നുണ്ട്. വ്യാഴത്തിൻ്റെ മാറ്റവും നമുക്കൊരു അനുകൂലമായൊരവസ്ഥയിലല്ല വരുന്നത്. പക്ഷെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈ ഒരു വർഷം 2-ലെ വ്യാഴം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാമ്പത്തിക ഭാവങ്ങളൊക്കെ നന്നായി ശ്രദ്ധിച്ച് പുതിയ ഇൻവെസ്റ്റ് മേഖലയിലേക്കൊന്നും പോവാതെ ഈ ഒരു വർഷം നന്നായി ശ്രദ്ധയോടുകൂടി പോവുകയാണെങ്കിൽ നമുക്ക് 7-ര ശനിയുടെ കാലഘട്ടത്തിലും ഇത്തിരി മാറ്റങ്ങൾ വരുത്തി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക്, മീനക്കൂറിൽ പെടുന്നവർക്ക്. ഈ മീനക്കൂറിൽ പെടുന്ന ഉത്രട്ടാതി നക്ഷത്രം,
ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മീനത്തിലെ രണ്ടാം ഭാവത്തിലാണ് സംക്രമം നടക്കുന്നത്. അപ്പോൾ ആ 2 സൂര്യൻ നിൽക്കുക, അവിടെ തന്നെ വ്യാഴവും നിൽക്കുക. അപ്പോൾ അവർക്ക് ഈ ഒരു വർഷം വ്യാഴം 2 പക്ഷേ 7.5 ശനിയുണ്ട്, ശനി 12 അപ്പോൾ വ്യാഴത്തിനെ കൊണ്ട്, അതായത് സാമ്പത്തികമായ കാര്യങ്ങൾ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളല്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് ഈ ഒരു വർഷം നമുക്ക്, കഴിഞ്ഞൊരു വർഷം നല്ലതായിരുന്നു. പക്ഷേ ഈ ഒരു വിഷുഫലം, അതായത് ഈ ഒരു വർഷം നമുക്ക് സംക്രമിക്കുന്ന സമയവും മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ദോഷങ്ങളാണ്. 7.5 ശനിയാണ്. പിന്നെ 2ാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും കൂടി നിൽക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിങ് മേഖല, മറ്റുള്ള ബിസിനസ് കാര്യങ്ങൾ, സാമ്പത്തിക തർക്കങ്ങൾ, ഇതൊക്കെ വരാനായിട്ട് കൂടുതലായിട്ട് സാധ്യതകളുണ്ട്. ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. വ്യാഴത്തിൻ്റെ മാറ്റവും ഈ ഒരു വർഷം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് പോലും നിങ്ങൾ സൂക്ഷിക്കണം. എന്താ വെച്ചാൽ വ്യാഴം 3ലേക്കാവും വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ശനീശ്വരൻ 12, വ്യാഴം 3 വരുമ്പോൾ ഈ ഒരു വർഷം നമുക്ക് സാമ്പത്തികമായ ഇടപാടുകൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കർമ്മ മേഖലയിലായാലും നമുക്ക് മാറ്റങ്ങൾ വരും. അപ്പോൾ അതൊന്നും പേടിക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക. ഈശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ടെൻഷൻ ധാരാളം വരുന്ന സമയങ്ങളുണ്ടെങ്കിൽ മെഡിറ്റേഷനൊക്കെ കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടാണെങ്കിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമായിട്ട് ഈ ഒരു വർഷം കൊണ്ടുപോകാനായിട്ട് സാധിക്കും. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മീനൻ രാശിയാണ്. അവിടെ 2ാം ഭാവത്തിലാണ് അവർക്ക് ഈ സംക്രമം നടക്കുന്നത്. അപ്പോൾ 2ാം ഭാവത്തിൽ വ്യാഴമായിരുന്നു ഈ ഒരു വർഷം മുഴുവൻ. ഇനി അടുത്ത് ഈ ഒരു വർഷമായി വിഷുവിന് കഴിഞ്ഞിട്ടുള്ള ഒരു വർഷം മുഴുവൻ വ്യാഴം മാറുന്നുണ്ട്. അപ്പോൾ അതിലും പിന്നെ 7.5 ശനിയുടെ ഒരു കാലഘട്ടവും കൂടിയിട്ടാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. കുറേ തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും കർമ്മത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ശനീശ്വരൻ നമുക്ക് എപ്പോഴും നല്ലത് തരും. ശനി എപ്പോഴും ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നതാണ്. അപ്പം നമുക്ക് ആ നേരത്ത് ഭയങ്കര ടെൻഷനുള്ള ഒരു സമയത്ത് നമുക്കിതൊന്നും ചിന്തിക്കാനായിട്ട് സമയം തോന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ ഈശ്വരനെ നന്നായിട്ട് ഭജിക്കുക. നമുക്ക് ഏറ്റവും അവസാന മാർഗം നമുക്ക് ഈശ്വരനിലേക്ക് തന്നെയാണ്. ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് ദേവതയാണെങ്കിൽ ആളുടെ അടുത്ത് പോയി നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുന്നോട്ടുള്ളൊരു വഴി തന്നെ തുറന്ന് കാണിക്കും. അത് കറക്റ്റായിട്ട് നമ്മൾ ഉപാസിക്കുന്ന ദേവതയെ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലം തന്നെ കിട്ടും. പക്ഷേ 7.5 ശനിയാണ്, 2 വ്യാഴം 3ലേക്ക് മാറുന്നുണ്ട് ഈ വർഷം. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഗ്രഹനിലയിലുള്ള മാറ്റങ്ങളും ഇതിലുണ്ടാവും. പക്ഷേ ഇത് ഗോചരമാണ്, ഒരു വർഷത്തെ ഫലമാണ്. അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ ഫലങ്ങൾ നമ്മൾ അനുഭവത്തിൽ യോഗ്യമാണല്ലോ. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എടുത്ത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു വർഷം ബിസിനസ്സുകാരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഇപ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ ആണെങ്കിലും ഒരു പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു എന്ന് വെച്ചിട്ട് ഇനി പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനമൊന്നും എടുക്കാതെ വളരെ ശ്രദ്ധിച്ച് ഈശ്വരനെ മുന്നിൽ നിർത്തി, നമുക്കൊന്നും പറ്റാതെ ആകുമ്പോഴാണ് നമ്മൾ ഈശ്വരൻ്റെ അടുത്ത് പോവുക, അല്ലേ? നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള ഒരു ബുദ്ധി തരാനും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗം നിർദ്ദേശിച്ച് തരാനും ആ ദേവിക്ക് അവിടെ സാധിക്കും. നിങ്ങൾ ഏത് ദേവതയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ വീട്ടിലൊരു ദേവി മാഹാത്മ്യം പുസ്തകമൊക്കെ വെച്ച് എന്നും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ രേവതി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. തൊഴിൽ മേഖലയിലൊക്കെ ഇവർക്ക് തടസ്സങ്ങളുണ്ട്. ഇതിനൊക്കെ മുന്നിലേക്ക് പോകണമെങ്കിൽ ദേവിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉപാസനമൂർത്തിയോ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഗ്രഹനിലേക്ക് പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് ഈ വിഷുഫലം നമുക്ക് രേവതി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു ഫലം കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്.